പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പാസ്റ്ററുടെ തിരക്കേറിയ സമയത്തിനിടയിലും ഇതുപോലെ ഒരു Q&A സെഷന് പാസ്റ്റർ സമയം കണ്ടെത്തിയതിൽ പാസ്റ്ററോടും അതുപോലെ തന്നെ വലിയവനായ ദൈവത്തോടും ഉള്ള നന്ദി അറിയിക്കുകയാണ്. ചില കാര്യങ്ങൾ പാസ്റ്ററുമായിട്ട് ചോദിച്ച് കൂടുതൽ മനസ്സിലാക്കാമെന്ന് കരുതിയിട്ടാണ്. ചെറിയ അല്ലെങ്കിൽ വളരെ ലളിതമായ ചോദ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കാരണങ്ങളായിരിക്കാം, എങ്കിലും അത് പൊതുജനത്തിന് ഒരുപക്ഷെ എല്ലാം അറിയാം, എന്നാൽ ഒന്നുകൂടെ ചോദിച്ചാൽ ഒന്നും അറിയത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ള ചില ചോദ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് പാസ്റ്ററുടെ അഭിപ്രായം, പാസ്റ്റർ പല രാജ്യങ്ങളിലും അതുപോലെ തന്നെ പലയിടങ്ങളിലും പല കുടുംബങ്ങളിലും പ്രത്യേകിച്ച് കൗൺസിലിംഗ്, ടീച്ചിങ് ആ ഏരിയകളിലെല്ലാം കുറച്ചധികം ദൈവം ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസനായതുകൊണ്ട് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം എന്നതിൻ്റെ ഉദ്ദേശത്തിലാണ് ഞങ്ങളായിരിക്കുന്നത്. പാസ്റ്ററുടെ സഹകരണത്തിനായിട്ട് വളരെയധികം നന്ദിയുണ്ട്. തുടക്കത്തിൽ പറയുകയാണെങ്കിൽ സഭകളിലെ സ്ത്രീകളുടെ സ്ഥാനം അത് പലപ്പോഴും സ്ത്രീ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു മാറ്റി നിർത്തുന്നതായ ഒരു സങ്കല്പമുണ്ട്. എന്നാൽ ഈ കാലയളവിൽ പ്രത്യേകമായിട്ടും ശുശ്രൂഷകന്മാരായിട്ട് അല്ലെങ്കിൽ ലീഡർഷിപ്പിലെ പുരുഷന്മാർ ഉള്ളപ്പോൾ തന്നെ ഓവർസിയറായിട്ട് സ്ത്രീകളെ നിയമിക്കുന്നതായുള്ള ഒരു സാഹചര്യങ്ങൾ ഇപ്പോൾ പലയിടത്തും പൊങ്ങി വരുന്നുണ്ട്. ഇതേക്കുറിച്ച് പാസ്റ്ററുടെ അഭിപ്രായം എന്തായിരിക്കും? ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഒരു മറുപടികളൊന്നും അൾട്ടിമേറ്റായിട്ടുള്ള ഉത്തരങ്ങളല്ല, എങ്കിലും നമ്മുടെ അനുഭവങ്ങളും മനസ്സിലാക്കിയ രീതികളും ദൈവവചന വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഭാഗങ്ങളൊക്കെ വെച്ചുകൊണ്ട് സംസാരിക്കാനായിട്ട് കർത്താവ് ശരണപ്പെടും. യോജിപ്പുകളും വിയോജിപ്പുകളും ഉണ്ടല്ലോ, തീർച്ചയായും. അപ്പോൾ എൻ്റെ ഉത്തരത്തോട് യോജിക്കുന്നവർക്ക് യോജിക്കാം, വിയോജിക്കുന്നവർക്കെല്ലാം ആദരവോടും വിയോജിക്കാം. ഇതൊരു ഓപ്പൺ ഫോറമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇപ്പം ചോദിച്ച ചോദ്യം വർഷങ്ങളായിട്ടുള്ള ഡിബേറ്റബിൾ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിനകത്ത് ഇന്നതാണ് ഉത്തരവെന്ന് ഇതുവരെയും ഒരു കൺക്ലൂഷനിലെത്തിയിട്ടില്ല. എങ്കിലും ചോദിച്ച ഒരു ചോദ്യം ഈ സ്ത്രീകളോടുള്ള അവഗണനയ്ക്ക് വ്യത്യാസം വരുത്തുന്ന ഒരു സംസ്കാരമാണ് യേശുക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടും യേശുക്രിസ്തുവിൻ്റെ ജീവിതശൈലിയും നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തുവിനോടൊപ്പം എന്നും സ്ത്രീകളുണ്ടായിരുന്നു. അതും സമൂഹം തഴഞ്ഞു നിർത്തിയിരുന്ന, ഒഴിവാക്കപ്പെട്ടിരുന്ന, പാപിനികളെന്ന് മുദ്രകുത്തപ്പെട്ടവർ പോലും കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. കർത്താവിൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ സഹോദരിമാരുണ്ടായിരുന്നു. ഇനി ഏറ്റവും വലിയ കാഴ്ച ക്രൂശിൻ്റെ വഴിയിൽ ഇപ്പം ഈ ആണുങ്ങളെന്ന് പറയുന്ന വർഗമേ ഓടിപ്പോയപ്പോൾ പേരിന് വേണ്ടി ഒരാൾ മാത്രം യോഹന്നാൻ അവിടെ കാണുമ്പോൾ ബാക്കിയെല്ലാം ഓടിപ്പോയതായിട്ട് കാണുന്നു. അല്ല, ബാക്കിയെല്ലാം സൗകര്യമാരായിരുന്നു, സ്ത്രീകളായിരുന്നു കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നത്. അപ്പം സ്ത്രീകളെ ഒരിക്കലും മാറ്റി നിർത്തുന്ന, അതുകൊണ്ടാണ് ശമരിയാക്കാരത്തി സ്ത്രീയോട് കർത്താവ് സംസാരിക്കുന്നത്. കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പായിട്ട് തൈലാഭിഷേകം ചെയ്യാനായിട്ട് സഹോദരി വരുന്നത്, ഒപ്പം തന്നെ ഉയർപ്പിന് ആദ്യം സാക്ഷിയാകുന്നത് സഹോദരിമാരാണ്. അപ്പം സഹോദരിമാരെ ഒഴിവാക്കി ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് ക്രിസ്തുവിനില്ലായിരുന്നു. പിന്നെന്താ പ്രശ്നം വരുന്നത്? നമ്മുടെ ചോദ്യം സഹോദരിമാരെ ഒഴിവാക്കത്തില്ല ഒരിക്കലും. ചോദ്യം അവർ ഓവർസിയർ ആകാമെന്നുള്ളതാണ്. അതെ. അതിൻ്റെ ഒരു ഉത്തരം പറയുമ്പോൾ ഇതിനകത്തൊരു കൾച്ചറൽ കാഴ്ചപ്പാടുകൂടെ നമ്മൾ കണ്ടതായിട്ടുണ്ട്. നമ്മുടെ സമൂഹം പൊതുവെ പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു ലോകമാണ്. ആ മേൽ ശോഭനിസത്തോട് കർത്താവിന് വിരക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ ആണെന്നുമില്ല, പെണ്ണെന്നുമില്ല, സ്ത്രീയെന്നുമില്ല, പുരുഷനെന്നുമില്ല, ജാതിയെന്നുമില്ല, വിജാതിയെന്നും. അപ്പോൾ പലതരത്തിലുള്ള നടിച്ചുവരുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, പ്രത്യേകിച്ച് ആൺ പെൺ വ്യത്യാസം. ഇനി ഇന്നത്തെ ഒരു കാലഘട്ടത്തിലോട്ടൊക്കെ വന്നാൽ ഈ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങൾ പോലും മാറുമല്ലേ. അതെ. അപ്പോഴും കാഴ്ചപ്പാടുകൾക്ക് പലയിടത്തും മാറ്റം വരുത്താത്ത ഒരു രീതികളുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ ഓവർസിയർ ആകാമെന്നുള്ളതാണ് ചോദ്യം. അതെ. സ്ത്രീ സുവിശേഷീകരണത്തിലോ പ്രാർത്ഥനയിലോ സഭാതലത്തിലോ സഹകരിക്കുന്ന ആർക്കും വിയോജിപ്പുണ്ടോ? ഇല്ല. സുവിശേഷ ഘോഷണത്തിൽ എന്നോടൊപ്പം പോരാടിയ സഹോദരിമാർന്ന് കാണുന്നുണ്ട്. അപ്പം ലേഖനം 16-ാം അധ്യായത്തിൽ ലിസ്റ്റ് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ സ്ത്രീകളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പം സ്ത്രീകളുടെ വലിയൊരു ലിസ്റ്റ് അവിടെ കാണുന്നുണ്ട്. കർത്താവിനോടൊപ്പം കാണുന്നുണ്ട്, സുവിശേഷ ഘോഷണത്തിൽ കാണുന്നുണ്ട്. ഓവർസിയർ ആകാമെന്നുള്ളത്
അവരവരുടെ സഭ തീരുമാനിക്കും. അതെ. കാരണം നമ്മുടെ കൾച്ചർ വലിയൊരു ഘടകമാണ്. ഇപ്പോൾ കേരള കൾച്ചറിൽ ഒരു സ്ത്രീ നല്ല അപൂർവമായിട്ടൊക്കെ കാണുന്നുണ്ട്. അവരായവർ പോലും എനിക്ക് തോന്നുന്നു ഈ ലീഡർഷിപ്പിലല്ല, അവർ ആ ശുശ്രൂഷ സഹായികളായിട്ടൊക്കെയാണ്. ദോ ദേ ഹാവ് ദാറ്റ് ഓർഡിനേഷൻ. കൾച്ചർ വലിയൊരു ഘടകമാണ്. അപ്പോൾ കൾച്ചർ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇടർച്ചകൾ അതന്നെ ദൈവരാജ്യത്തിന് ബാധിക്കാത്ത നിലകളിലെ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് പെട്ടെന്നൊരു ഒരു സ്ത്രീ പാസ്റ്ററായിട്ട് വന്നാൽ എത്രത്തോളം നമ്മുടെ സമൂഹം അതിനെ ഉൾക്കൊള്ളും. അവിടെ അതിനെ ആ സഭ ബ്രേക്കപ്പാകുന്നതിലും നല്ലത് സ്ത്രീയോട് വേണ്ട വേണ്ടെന്നല്ല. അവർ പ്രാർത്ഥിക്കുന്ന, സത്യം പറഞ്ഞ സഭയുടെ നട്ടല്ല അവരല്ലേ. അതെ. എല്ലാ യോഗത്തിലും കൂടുതലവരല്ലേ, കരയുന്നവരല്ലേ, പ്രാർത്ഥിക്കുന്നവരല്ലേ. ഒരു പാസ്റ്റർ പിന്നിൽ ഒരിക്കലും ഒരു സൗകര്യം ഇല്ലാതെ ഒരു പാസ്റ്റർക്ക് നിൽക്കാൻ സക്സസ് ആകാനൊക്കത്തില്ല. തന്നെയല്ല, സൗകര്യമാരുടെ സമർപ്പണം ഇല്ലാത്ത പാസ്റ്റേഴ്സ് എത്ര വലിയ മിടുക്കരാണെങ്കിലും ശുശ്രൂഷ മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും അവിടെ പരസ്പര എതിരാളികളായിട്ടല്ല കാണുന്നത്, കോംപ്ലിമെൻറ്റിങ് ആണ്. അവളുടെ ശക്തിയാണ് പാസ്റ്ററുടെ ശക്തിയാണ്. ഏതായാലും ഇത് കൾച്ചർ ബേസിസിൽ അനാലിസിസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പുരുഷ മേധാവിത്വമുള്ള ആ ഒരു കൺസെപ്റ്റിലോട്ട് പെട്ടെന്നൊരു സ്ത്രീ വന്നാൽ അതുണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ അതിനെ അംഗീകരിക്കാൻ കഴിയുക, പിന്നെ മുമ്പിൽ ഇരിക്കുന്നവരെ ഇടറിയിരിക്കുക, ഇതെല്ലാം കൂടെ കൂടുമ്പോൾ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു കൾച്ചർ വന്നിട്ട് അവർ സ്ത്രീകൾക്ക് ഈക്വൽ അല്ലെങ്കിൽ കുറച്ചും കൂടിയും മുൻതൂക്കം കൊടുക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ഇത് ഞാൻ പറഞ്ഞ ഇതെല്ലാം സ്ട്രിക്ട്ലി സ്പീക്കിംഗ് സ്ത്രീ പുരുഷൻ ഹൈറാർക്കിക്കൽ കർത്താവിൻ്റെ വ്യവസ്ഥയിലുണ്ട്. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു. അപ്പം തന്നെ സുവിശേഷ ഘോഷണത്തിൽ അവർ പൂർണ്ണമായിട്ടും കാണണം എന്നുള്ളത്. സഹോദരിമാരില്ലാതെ ഒരിക്കലും മുമ്പോട്ട് പോകാനൊക്കത്തില്ല. എന്നാൽ ഓവർസിയർ ആകുക, ലീഡറാകുക, അല്ലെ പാസ്റ്റർഷിപ്പ്, ഇടയൻ എന്നുള്ളതിന് വേറെ എന്തെല്ലാം ഉണ്ട്. അതെ. അപ്പം അതിനോട് നമ്മുടെ കൾച്ചറൂടെ നോക്കിയേ ചെയ്യാൻ പറ്റും. കഴിവതും കൾച്ചറുകൾക്ക് ഈ ബലഹീന മനസ്സുകൾക്ക് ഇടർച്ച ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു. തീർച്ചയായിട്ടും ഫ്ലോർ ഓപ്പണാണ്. ഞാൻ ഈ ഡിസ്കഷൻ ഞങ്ങളുടെ സെമിനാരി പഠനം തൊട്ട് ചൂടേറിയ വാഗ്വാദങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അന്നും സഹോദരിമാർ പോലും ചിലർ അത് വേണ്ട ഇപ്പൊ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. താങ്ക് യു പാസ്റ്റർ. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉള്ളത്, സ്ത്രീ പുരുഷനെ വിവാഹ ജീവിതത്തിൽ സബ്മിസീവ് ആയിരിക്കണം എന്നുള്ള ഒരു കാര്യം ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ദൈവവചനം തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ആണുമില്ല പെണ്ണുമില്ല, എല്ലാവരും ദൈവസന്നിധിയിൽ ഒരുപോലെയാണ്. എന്നാൽ വിവാഹ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും എപ്പോഴും ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിള് വെച്ചിട്ട് പലപ്പോഴും അത് മുതലെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സാധ്യതകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ച് എങ്ങനെയാണ്, അതേക്കുറിച്ച് എന്താണ് പാസ്റ്റർക്ക് അഭിപ്രായം പറയാൻ? അതായത് ചോദ്യം ഇതാണ്, സ്ത്രീ പുരുഷന് കീഴ്പ്പെട്ട് വിവാഹ ജീവിതം ഇരിക്കണോ വേണ്ടായോ? അതാണ് ഒരു തരത്തിൽ ചോദ്യം. കാരണം ദൈവവചനം തന്നെ പറയുന്നുണ്ട്, ദൈവസന്നിധിയിലെ സ്ത്രീ പുരുഷൻ ഈക്വൽ അവർ. നമുക്ക് ഈ കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളതിനെ അതിനായിട്ട് ഐസൊലേറ്റ് ചെയ്തെടുക്കരുത്. ആ ഭാഗം മൊത്തം വായിക്കണം. എഫെസ്യർ 5-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ഭയത്തിലാണ്. സെൻട്രാലിറ്റി ക്രൈസ്റ്റ് ആണ്, റോൾ മോഡൽ ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. എന്നിട്ട് പറയുന്നത്, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. എങ്ങനെ? ക്രിസ്തു സഭയെ സ്നേഹിച്ചത്. അപ്പം നമ്മൾ ഈ കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു മെയിൻ ഷോവനിസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു കൺസെപ്റ്റിലാണ് ഈ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്നതെങ്കിൽ അവിടെ ഈ ക്രിസ്തു സഭയോട് ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ വേണം കാണാൻ. നമ്മുടെ കൺസെപ്റ്റുകൾ മാറും. നമ്മൾ പണ്ട് കൺസെപ്റ്റുകളിൽ സ്ത്രീ വീട്ടിലൊരു വേലക്കാരത്തിയെ പോലെയും കിടക്കറയിൽ ഒരു വേശ്യയെ പോലെയും ഒക്കെ പെരുമാറണം എന്ന് പറഞ്ഞാൽ എപ്പോഴും അവന് കീഴ്വഴങ്ങിയിരിക്കണം എന്നുള്ള കൺസെപ്റ്റൊക്കെ മാറി. ഞാൻ സാറിന് പറയുന്ന ഒരു കാര്യമാണ്. കൺസെപ്റ്റ് ഞാനൊരു കേരള കൾച്ചറിൽ പറയുകയാണ്. പക്ഷേ ട്രെൻഡെല്ലാം അങ്ങ് മാറി, ട്രെൻഡുകളെല്ലാം മാറുകയാണ്.
ഇപ്പോൾ ഈ ഫുള്ളും ഈ പാൻസൊക്കെ ഇടുന്ന ആമ്പിള്ളേർ അല്ലെങ്കിൽ അവർ ആ ട്രൗസേഴ്സൊക്കെ ഇടുമ്പോൾ ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആമ്പിള്ളേരുടെ ട്രൗസറിൻ്റെ ഇറക്കം എന്തോരം കാണും നോർമലി. നിങ്ങൾ ഇവിടുത്തെ കൾച്ചർ ആമ്പിള്ളേർ എന്തുവരെ ഉള്ളതായിരിക്കും ഇടുന്നത്? മുട്ട് വരെ പെൺപിള്ളേരോ അതിനേക്കാളും ഷോർട്ടായി. ഏതിനേക്കാൾ എന്ന് പറയാൻ ഒക്കത്തില്ല. ഇനി ഷോർട്ടാക്കാനൊക്കാത്ത പോലെ ഷോർട്ടാവും. അപ്പോൾ ആരാണ് ഇപ്പം മേധാവിത്വം? സ്ത്രീകൾ മാറുകയാണ്. പണ്ട് പെൺകുട്ടികൾ ഡ്രൈവ് ചെയ്യത്തില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഡ്രൈവ് ചെയ്തെങ്കിലും അവർ റൈഡ് ചെയ്യുമ്പോൾ ആക്റ്റീവായോ അല്ലെങ്കിൽ ഗിയർലെസ് വണ്ടികളൊക്കെ ആയിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ കാണുന്നുണ്ട് നമ്മുടെ ബുള്ളറ്റ് ഓടിക്കുന്ന പെൺപിള്ളേരാണ് കൂടുതൽ. അവർ ബുള്ളറ്റൊക്കെ ഓടിച്ച് പോവാണ്. ഇനി മറ്റൊരു ചേഞ്ചസ് നോക്കി, പെൺപിള്ളേരും കുറച്ച് ഒത്തിരി പേര് മുടി വെട്ടി ഇങ്ങനെ ബോബൊക്കെ ചെയ്ത് നടക്കുന്നു. ഇവന്മാരോ മുടി നീട്ടി ഒരുമാതിരി കെട്ടിവെച്ച് നടക്കാം. അവൾ ബുള്ളറ്റിൽ സോളോ ട്രിപ്പ് പോകുമ്പോഴാണ് ഇവൻ ആക്റ്റീവായിങ്ങനെ മുടിയും കെട്ടിവെച്ച് പോകും. അവള് പിന്നെ ഓഫ് റോഡ് റൈഡ് ജീപ്പിൽ പോകുമ്പോഴാണ് ഇവൻ പതുക്കെ ഓട്ടോമാറ്റിക് കാറയിൽ അവളോടാണ് പറയുന്നത് ഇവന് കീഴ്പ്പെട്ടിരിക്കണം. നടക്കുമോ? ഇല്ല. കൺസെപ്റ്റുകൾ മാറുക. ഇനി മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ ക്രിസ്തു സഭയെ സ്നേഹിച്ചെന്ന് പറയുമ്പോൾ സത്യത്തിൽ ത്യാഗം ചെയ്തത് സഭയാണോ ക്രിസ്തുവാണോ? ക്രിസ്തുവാണ്. സഭ എന്തോ ത്യാഗം ചെയ്തു? സഭയ്ക്ക് നേട്ടമല്ലേ കിട്ടിയിട്ടുള്ളൂ. നമ്മുടെ മാക്സിമം ത്യാഗം നമ്മൾ വേണ്ടത് കർത്താവ് തന്നതിനകത്ത് ദശാംശം കൊടുത്തു. പിന്നെ ആഴ്ചയിൽ 2 ദിവസം 2 മണിക്കൂർ വന്ന് യോഗത്തിനിരുന്നു. ഇതിൽ കൂടുതൽ സഭ എന്തോ ത്യാഗം ചെയ്തേ? ത്യാഗം ചെയ്തതല്ല ആരാ? ക്രിസ്തുവാണ്. ക്രിസ്തുവാണ്. അപ്പം ഭർത്താവ് വേണം ത്യാഗം ചെയ്യാൻ. ഈ ക്രൈസ്റ്റ് ലൈക്ക് ലീഡർ ആയിരിക്കണം. അല്ലാതെ രാവിലെ ഇങ്ങോട്ട് വന്നിട്ട് ഞാനാണ് കട്ടിയവന് അല്ലാണ്ട് പറഞ്ഞ പോലെ ഒരു ഭർത്താവ് അങ്ങോട്ട് കയറി വന്നപ്പോഴാണ് ധർമ്മക്കാരൻ ഇറങ്ങി പോവാ. എന്നാണ് ഒന്നും കിട്ടിയില്ലേ? ഇല്ല. കൊച്ചമ്മ പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ല, പൊക്കോളാൻ പറഞ്ഞു. അവളങ്ങനെ പറഞ്ഞു. ശരി നീ ബാ. തിരിച്ചു കൊണ്ടുപോയി പുള്ളി അകത്ത് പോയി കയ്യിലൊക്കെ മാറി വന്ന് ഉമ്മറത്ത് വരാന്തയിൽ ഇങ്ങനെ ഇരുന്നിട്ട് അവനോട് പറഞ്ഞു ഇവിടെ ഒന്നുമില്ല, പൊക്കോളാൻ പറഞ്ഞു. അവൻ ചോദിച്ചു അതിനെ മറ്റേ വർത്താനീ പറഞ്ഞു, എന്നെ ഇറക്കി വിട്ട് എന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്നുമില്ല. അതെ, ഞാനാണ് അപ്പൻ, അവളല്ല പറയേണ്ടത്, ഞാനാ പറയേണ്ടത്. ഈ കൺസെപ്റ്റാണ് പുരുഷൻ്റെ മനസ്സിൽ ഇരിക്കുന്നതെങ്കിൽ അവൻ അവളെ കീഴ്പ്പെടണമെന്ന് പറയുന്നതൊന്നും ത്യാഗം ചെയ്യുന്ന പദ്ധതി. ക്രൈസ്റ്റ് ലൈക്ക് ലീഡറാണ്. ക്രൈസ്റ്റ് ലൈക്ക് ലീഡറാണ്. ക്രിസ്തു വേണം ത്യാഗം ചെയ്തത്. പുരുഷൻ വേണം ത്യാഗം ചെയ്യുക. കുടുംബത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. കർത്താവാണ് ത്യാഗം ചെയ്തത്. ആ ക്രൈസ്റ്റ് ലൈക്ക് ലീഡറാകുന്ന സാക്രിഫിഷ്യൽ ലീഡർഷിപ്പ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവന് കീഴടങ്ങിയില്ലെങ്കിൽ പിന്നെ അവർക്ക് വേറെ കുഴപ്പം പറ്റുന്നുണ്ട്. അല്ലാതെ ഭർത്താവ് പറയുന്നതാണ് ശരി. രാവിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് 4 മണിക്ക് കിടക്കുന്ന ഭാര്യ അവന് 6 മണിക്ക് എഴുന്നേറ്റ് കാപ്പി നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞാൽ തിരിച്ചൊരെണ്ണം കൊടുത്ത് ഒരു കാപ്പി കൊണ്ട് കൊടുത്ത് അവളെ ഒന്ന് നൈറ്റ് ഡ്യൂട്ടി വന്ന് കിടക്കുന്നവർക്ക് ഒരു ബെഡ് കോഫി നടത്തി കൊടുത്താൽ തന്നെ അവൻ്റെ പുരുഷത്വം താഴെ പോകും. എന്നും വന്നിട്ട് ഒരുത്തിന് അടിക്കും, കുടിച്ചിട്ട് ഭാര്യ. ഒരു ദിവസം അവളങ്ങ് സാഖി കെട്ടു, അടിച്ച് അവളങ്ങ് അടിച്ചു. ഒരു കൈ കെട്ടിയ ഒരു മുട്ടം പടി കൊണ്ട് അടി കൊണ്ട് അവൻ അകത്ത് കയറി. അപ്പോൾ ഈ അടി ഏൽക്കുന്നില്ലേ, വലിച്ചിട്ട് അടിക്കുമ്പോൾ കട്ടിക്കീഴെ കയറി അവൻ അങ്ങറ്റു. ഇവിടെ പറഞ്ഞു വാടാ നീ, അവളങ്ങ് ഉറഞ്ഞു തുള്ളുക, അട്ടി പോത്ത്. ഒരു ദിവസം അങ്ങ് ബെസ്റ്റോട്ടായി. അപ്പോൾ ഇത് കേട്ട ആൾക്കാരെല്ലാം ജനലിൽ നോക്കി ഒരു സഹകുടിയൻ അവിടെ പറഞ്ഞു, ഇറങ്ങി വേണം, നമ്മുടെ വർഗത്തിന് നാണക്കേടാന്ന്. അപ്പോൾ അവൻ അടി കിടന്നിട്ട് പറഞ്ഞെന്ന്, അവള് പറയുമ്പം കയറാനും അവള് പറയുമ്പോൾ ഇറങ്ങാനും എന്നെ കെട്ടത്തില്ല, ഞാനിപ്പോൾ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ പോലെ ക്രൈസ്റ്റ് ലൈക്ക് ലീഡർ ആയിരിക്കണം ഭർത്താവ്. അല്ല ചവിട്ടി തൂക്കാനും ആ കൺസെപ്റ്റൊക്കെ ഇനി എനിക്ക് തോന്നുന്നില്ലായിരിക്കും. അപ്പം തന്നെ ഡിവൈൻ ഹൈറാർക്കി എന്ത് ചെയ്യണം, അംഗീകരിക്കണം. നമ്മൾ സ്ത്രീ കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറയുമ്പോൾ പുരുഷൻ ആരാന്നൂടെ പറയണം. രണ്ടും കൂടെ കൂടുമ്പോഴാണ് അത് യോജിക്കുന്നത്. സത്യത്തിൽ ത്യാഗം ചെയ്തത് ക്രിസ്തു അല്ലേ? സഭ എന്തോ ത്യാഗം ചെയ്തത്? ത്യാഗമല്ല വാസ്തവത്തിൽ. ക്രൈസ്റ്റ് കർത്താവ് സഹിച്ച ത്യാഗമൊക്കെ നോക്കുമ്പോൾ സഭ ആ ത്യാഗത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം എന്ത് ചെയ്യുക? മേടിക്കല്ലേ? അതായിരിക്കണം ഭർത്താവ്. അതാണ് എൻ്റെ ഒരു ആ രീതിയിൽ അതിനെ റീഡിഫൈൻ ചെയ്യണം. ആ രീതിയിൽ അതിനെ റീഡിഫൈൻ ചെയ്യണം. അപ്പം തന്നെ ഹൈറാർക്കിക്കൽ കൺസെപ്റ്റ് ഒരിക്കലും മാറാനും പാടില്ല. അപ്പോഴും ക്രൈസ്റ്റ് ലൈക്ക് ലീഡർ ആയിരിക്കണം. ആ രീതിയിൽ പഠിപ്പിക്കണം. അല്ല ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണമെന്ന്
ഈ തലമുറയോട് പറഞ്ഞ നീ ആരായിരിക്കണം, നീ ക്രൈസ്റ്റിന്റെ ലൈക്കായിരിക്കണം. അതെ അതെ അങ്ങനെ ഒരു ത്യാഗത്തിന്റെ ആണെങ്കിൽ ലോകം. ഈ ഹൈറാർക്കി നിങ്ങൾ ആ അങ്ങനത്തെ ഇതെല്ലാം കൂടെ ഒന്നിച്ചാകണം. ശരിയല്ലേ? തീർച്ചയായിട്ടും എന്നാണ് എൻ്റെ ഒരു ടോട്ടലി അതിൻ്റെ ഒരു കാര്യം, എൻ്റെ ഒരു ഉത്തരം. ഫസ്റ്റ് പിന്നെ ഒന്ന് ഇപ്പം ഈ പ്രോസ്പെരിറ്റി ഗോസ്പലൊക്കെ വളരെയധികം കൂടി വരുന്ന ഈ കാലയളവിൽ ഉം. പാരമ്പര്യ പെന്തിക്കോസ്ത് സഭകൾ ഉണ്ട്. ഇപ്പോൾ രണ്ട് കൂട്ടമായിട്ട് കാണുന്നു. ഒന്ന് പാരമ്പര്യ കൾച്ചറുകളും എല്ലാം ഫോളോ ചെയ്യുന്നു. എന്നാൽ ഒരു കൂട്ടർ പ്രോസ്പെരിറ്റി ഗോസ്പൽ അതിനെ കുറച്ച് അധികം പ്രസക്തി കാണിച്ച് മുന്നോട്ട് പോകുന്നു. എന്നാൽ പരസ്പരം ഇരു കൂട്ടരും സാധാരണ കാണുന്നത് എഗ്രി ചെയ്യത്തില്ല പ്രിൻസിപ്പിളുകളായിട്ട്. പാരമ്പര്യ സഭകൾ പറയുന്നതിനെ എഗ്രി ചെയ്യാത്ത പ്രോസ്പെരിറ്റി ഗോസ്പൽ, അതുപോലെ തന്നെ ഈ പ്രോസ്പെരിറ്റി ഗോസ്പലുടെ അവരുടെ ടീച്ചിങ്ങിനെ എഗ്രി ചെയ്യാത്ത പാരമ്പര്യ സഭകൾ, അത് ഒരു നോർമലായിട്ട് കാണുന്നു. എന്നാൽ മറ്റൊരു കൂട്ടം കാണുന്നത് അവർ ഇത് രണ്ടുമായിട്ടും സഹകരിച്ച് പോകുന്നു. ഇപ്പം ഇന്ന ഇടത്ത് വിളിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പ്രോസ്പെരിറ്റി ഗോസ്പൽ അവിടെ പോവുകയാണെങ്കിൽ അവിടെ പോകുന്നതുകൊണ്ട് ഈ പാരമ്പര്യ ഇതിൽ നിൽക്കുന്ന ആൾക്ക് പ്രയാസമില്ല, പോയി. അതുപോലെ തന്നെ അവിടെയുള്ളവരും ഒരുപക്ഷെ ഇവിടെയും പോകാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇത് അവർ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്കറിയത്തില്ല. എന്നാൽ ജനത്തിന് ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുമോ? അതാണ് നമ്മുടെ ഒരു ചോദ്യം. കാരണം ജനം ഇത് കാണുമ്പോൾ ഇത് ഇന്ന പ്രോസ്പെരിറ്റി ഗോസ്പൽ അത് അങ്ങനെയാണ്, അതുപോലെ പാരമ്പര്യം ഇത് ഇങ്ങനെയാണ് ചിന്തിക്കുന്ന വ്യക്തിക്ക് എൻ്റെ പാസ്റ്റർ അല്ലെങ്കിൽ ഈ ഇദ്ദേഹം അവിടെ പോയി അവിടെ സൂക്ഷിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതും ഓക്കെയാണോ അത് എന്നുള്ളൊരു ഒരു സംശയം ജനഹൃദയങ്ങളിൽ ഉണ്ടാകുന്നു. അതേക്കുറിച്ച് പാസ്റ്റർ അഭിപ്രായം? ഞാൻ ഈ പ്രോസ്പെരിറ്റിയും പറ്റി നമ്മൾ പറയുമ്പോൾ പാരമ്പര്യ സഭകളും പോവർട്ടി ഒന്നും അല്ല പ്രസംഗിക്കുന്നത്, അനുഗ്രഹിക്കപ്പെടും തന്നെയല്ലേ പറയും. അപ്പോൾ എൻ്റെ ഒരു ഞങ്ങളുടെ ഒരു ദേവദാസനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, താങ്കൾ പ്രോസ്പെരിറ്റി ഗോസ്പലിൻ്റെ ആളാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, താങ്കൾ പോവർട്ടി ഗോസ്പലിൻ്റെ ആളാണ്. അപ്പോൾ ഇവിടെ പ്രോസ്പെരിറ്റിയും ഗോസ്പലും അല്ല, പോവർട്ടി ഗോസ്പലല്ല, ഗോസ്പലാണ് പ്രസംഗിക്കപ്പെടുന്നത്. പക്ഷേ ഗോസ്പൽ പ്രസംഗിക്കപ്പെടുന്നിടത്ത് എന്തുണ്ട്? ഉണ്ട്, പ്രോസ്പെരിറ്റി ഉണ്ട്. നമ്മൾ ഇന്നും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. പീഡിതർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനും ദരിദ്രരോട് സുവിശേഷം അറിയിക്കാനും ക്രിസ്തു വന്നത്. ക്രിസ്തുവിലൂടെ തന്നെ അവരുടെ അവസ്ഥകൾക്ക് എന്തുണ്ടാകും? അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരുടെ പന്തിയിരുത്തുന്ന കർത്താവായ യേശു ക്രിസ്തു സമ്പന്നായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നാകണം, നിങ്ങൾ നിമിത്തം എന്തായി? ദരിദ്രനായി. അപ്പോൾ അതിനകത്ത് ക്രിസ്തു സുവിശേഷം ഉദ്ധരിക്കുമെന്നുള്ളതിനകത്ത് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. സുവിശേഷം നമ്മുടെ ദൈവം ഉദാഹരണങ്ങളുടെ ദൈവം. സാൽവേഷൻ എന്ന് പറയുമ്പോൾ ഹോളിസ്റ്റിക്കാണ്, ഹോളിസ്റ്റിക്കായിട്ടുള്ളൊരു സാൽവേഷൻ ഉണ്ട്. അതായത് ആത്മാവിൻ്റെ രക്ഷ മാത്രമല്ല, രോഗത്തിൽ നിന്ന് വിടുതലുണ്ട്, ദാരിദ്ര്യത്തിൽ നിന്ന് വിടുതലുണ്ട്. നമ്മളിതെല്ലാം പറയുന്നതാണ്. സുവിശേഷം എന്നും ഗോസ്പൽ ബ്രിങ്സ് പ്രോസ്പെരിറ്റി. സമാധാനം ഇല്ലാത്തടത്ത് ഒരു പ്രോസ്പെരിറ്റി അല്ലേ. വഴക്കുള്ള വീട്ടിൽ ഒരു സ്വസ്ഥത ഉണ്ടാകും, പ്രോസ്പെരിറ്റി. ദെയർ പ്രോസ്പെർ ഇൻ ദാറ്റ് ഏരിയ. അപ്പം ആരോഗ്യമില്ലാത്തടത്ത് ആരോഗ്യം വന്നു, അതൊരു പ്രോസ്പെരിറ്റി അല്ലേ. ആരോഗ്യം വരുമ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ പ്രോസ്പെരിറ്റി ആയില്ലേ. ആശുപത്രിയിലോട്ടുള്ള ദിനംദിന യാത്രകളും രോഗസൗഖ്യവും കിട്ടുമ്പം തന്നെ ആ വീടിന് എന്തായി? ഒരു ഐശ്വര്യമായില്ലേ. അപ്പോൾ ഇവിടെ പ്രശ്നം പ്രോസ്പെരിറ്റി ഗോസ്പൽ നിങ്ങൾ അടിക്കടി ഉയരും, നിങ്ങൾക്കൊന്ന് വെച്ച 2 കിട്ടും, 2 വെച്ച 4 കിട്ടും എന്ന് പറഞ്ഞിട്ട് പലരും അവരവർക്ക് പ്രോസ്പെർ ആകാൻ വേണ്ടി ഈ ഗോസ്പലിനെ ഉപയോഗിക്കുന്നിടത്താണ് വ്യത്യാസമുണ്ട്. ശരിക്കും പ്രോസ്പെരിറ്റി പ്രസംഗിക്കേണ്ട ദരിദ്രനോട് സുവിശേഷം പറയുമ്പോൾ ഹോളിസ്റ്റിക്കായിട്ട് തന്നെ പ്രസംഗിക്കണം. അത് വരികയും ചെയ്യും. നാളെ നീ മില്ലിനിയർ ആകുന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. കഥാ പറഞ്ഞത് ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കണം. അപ്പോൾ നമ്മുടെ ഗ്രീഡ് കൺസെപ്റ്റ് ജീവിക്കാതെ നമ്മുടെ നീഡ് കൺസെപ്റ്റ് ജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകും. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്ന ഈ പല പ്രോസ്പെരിറ്റി ഗോസ്പൽസ് എന്ന് പറയുന്ന പലരും അവരവർക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുകയും പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഞങ്ങൾ പ്രോസ്പെരിറ്റി ആയതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയും ആകാമെന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകുമ്പോഴാണ് ഇത് ചർച്ചാ വിഷയമാണ്, കൺഫ്യൂഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൈസ്റ്റ് ലൈഫ് ലീഡർ ആയിരിക്കുമ്പോൾ അവരുടെ കയ്യിൽ പൈസ വരണം, പക്ഷേ പൈസ കുമിഞ്ഞു കൊടുക്കില്ല. മണി കംസ് ആൻഡ് മണി ഗോസ്.
എപ്പോഴും ദൈവം നമ്മുടെ കയ്യിൽ തരുന്ന നന്മകൾ മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി കൂടാ. അവിടെ ഒരിക്കലും ഇവർക്ക് എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, ആഡംബരങ്ങൾ കാണിക്കാം. അവിടെയാണ് ഇത് ചോദിച്ചിരുന്നത്. നമുക്ക് പൈസ അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ സഭയ്ക്ക് വരുമാനം വേണ്ടേ, വിദ്യാഭ്യാസത്തിന് വരുമാനം വേണ്ട. ആഡംബരം കാണിക്കുമ്പോഴാണ് അതെപ്പോഴും ഒരു അപകടത്തിലാണ്. അല്ലാതെ പ്രോസ്പെരിറ്റി ഗോസ്പെല് ആ അർത്ഥത്തിൽ പ്രോസ്പെർ ആകുന്ന ഒരാളോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? പിന്നെ എക്സ്ട്രീം പ്രോസ്പെരിറ്റി ഗോസ്പെലിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ കഷ്ടത ഇല്ലെന്ന് പറയുന്നതാണ്. അത് അപകടം. മിക്സറാണ്. ക്രിസ്ത്യൻ ലൈഫിനകത്ത് എല്ലാം ഉണ്ട്, ഉയർച്ചയും താഴ്ചയുണ്ട്, രോഗവും ദുഃഖവും ഉണ്ട്. ഇതുപോലെ അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ നേരത്തെ ഒരു കൂട്ടർ ഈ പ്രോസ്പെരിറ്റിയെ കുറിച്ച് മാത്രം പറയുന്നു, മറ്റുള്ള പ്രയാസങ്ങൾ ഇല്ല എന്ന് പറയുന്നു. അത് അപകടമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ചർച്ച ഉണ്ടെന്ന് കരുതുക. ഒരു കൂട്ടർ അല്ലെങ്കിൽ ഒരു വിഭാഗം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ആ വിഭാഗത്തോട് ഇവിടെ ഫോർ എക്സാമ്പിൾ സാധാരണ നമ്മൾ ഇതെല്ലാം അറിയുന്നത് എല്ലാം ചേർന്നിട്ടുള്ള പ്രോസ്പെരിറ്റി, അതുപോലെ തന്നെ എന്താ പറയാ, ആ പാസ്റ്റർ നമ്മുടെ പാസ്റ്റർക്ക് അവിടെ പോകാമോ അല്ലെ അവിടുത്തെ പാസ്റ്റർക്ക് ഇവിടെ പോകാമോ, ഇത് ജനങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ? ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഡിപ്പെൻസ് അപ്പോൺ ദ ചർച്ചാണ്. ഈ പ്രോസ്പെരിറ്റി പറയുന്നതും അല്ലെങ്കിൽ കൺസെപ്റ്റുകൾ വ്യത്യാസമുണ്ട്. ഞാൻ പൊതുവെ വലിയൊരു ധനാഢ്യൻ ആകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. പക്ഷെ മണിയുടെ ഫ്ലോ ഉണ്ടാവും. ഫ്ലോ എന്തിനാന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെ, അബ്രഹാമിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, യു വിൽ ബി ബ്ലെസ്ഡ്. എന്തിനാ? വിൽ ബി എ ബ്ലെസ്സിങ്. ബ്ലെസ്സിങ് ആകാത്ത ബ്ലെസ്സിങ് എന്താ? ഒഴുക്കുന്ന ഒഴുകിക്കൊണ്ടേയിരിക്കണം. പക്ഷെ ഒഴുകുന്ന നെയ്റ്റിൽ എന്തുണ്ടാകത്തില്ല, അഴുക്ക് ഉണ്ടാകത്തില്ല. കെട്ടിക്കിടന്നാൽ അഴുക്കുണ്ടാകും. അപ്പോൾ മണി കംസ് ആൻഡ് മണി ഗോസ്. അവിടെ നാളെ നമ്മൾ ഈ വ്യക്തിയുടെ കയ്യിൽ നാളെ അവന് വിശ്വാസം ചെയ്തായിരിക്കും. നാളത്തേക്കിനുള്ളതെല്ലാം കൂട്ടിവെച്ചിട്ട് ദൈവാശ്രയം നഷ്ടപ്പെടുന്നതിനെക്കാട്ടും നല്ലതാണ് എന്നും ദൈവത്തോട് കൈ നട്ടി മേടിച്ച് അന്ന് നമ്മൾ ഒഴുകിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇതുകൊണ്ട് അവരുടെ സഭയിൽ ഇടർച്ച ഉണ്ടാകും എന്നുള്ളതാണ് വിഷയം. അതൊക്കെ വളരെ പഠിക്കണം. ചില സഭകൾക്ക് എല്ലാവരെയും സ്വീകരിക്കാനും, കാരണം ഈ ടീച്ചിങ്സ് കഴിയുമ്പോൾ ചർച്ചിനകത്ത് കൺഫ്യൂഷനുണ്ട്. ഇപ്പം പലപ്പോഴും പറ്റുന്നതെന്നു ചോദിച്ചാൽ ഇന്ന് വന്ന ഒരാൾ പ്രോസ്പെരിറ്റി പറഞ്ഞിട്ട് നാളെ നേരെ തിരിച്ച് അടുത്ത ദിവസം ഒരാൾ വന്ന് പറയുകയാണ് ഇതിന് ഘടകവിരുദ്ധമായിട്ട് പ്രസംഗിച്ചു. ചുരുക്കത്തിൽ ഇത് വെട്ടും കുത്തുമായിട്ടുമാണ്. ഇരുന്ന് കേട്ട് പുഴുകേണ്ടത് ഈ പാവം പിടിച്ച മെമ്പേഴ്സാണ്. അപ്പോൾ ഓരോ ചർച്ചിൻ്റെ ഓരോ കൺസെപ്റ്റും അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചർ അനുസരിച്ച് ഹാൻഡിൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം തന്നെ നാളെ നീ എന്നും ദാരിദ്ര്യത്തിൽ കിടക്കുമെന്ന് പറയാനും ഒക്കത്തില്ല. വിൽ ബി പ്രോസ്പെർ. അതാ ഈ ദാരിദ്ര്യം പറയുന്ന ഇതെല്ലാം പറയുന്ന പല വലിയ പുള്ളികളും അമിത പ്രോസ്പെരിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. ഇനി വേറെ വലിയ വൈരുദ്ധ്യം, ഈ പ്രോസ്പെരിറ്റി പറയുന്ന പലരും ചുരുങ്ങി ദാരിദ്ര്യമായിട്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ളതും ഇത് രണ്ടും ഇതെല്ലാം സത്യമാണ്. ഈ പറയുന്ന ഭയങ്കര പോവർട്ടിയൊക്കെ പറഞ്ഞിട്ട് ജനം പോവർട്ടിയായിട്ട് ഇവരടിച്ച് പൊളിച്ച് ജീവിക്കുന്നവരുമുണ്ട്. പ്രോസ്പെരിറ്റി പറഞ്ഞിട്ട് ഏറ്റവും ചുരുക്കമായിട്ട് ജീവിക്കുന്നവരും ഉണ്ട്. ഇപ്പം ഇവിടെ നമ്മുടെ ജീവിതമാണ് വലിയൊരു പ്രാധാന്യം. ചർച്ചിനെ സംബന്ധിച്ചോളം ആ ചർച്ചിൻ്റെ ജനത്തിന് ഇഷ്യൂസ് ഉണ്ടാകാതെ സെലക്ട് ചെയ്ത് പ്രാർത്ഥിച്ച്, നമ്മൾ ചുമ്മാ പോയി 10 പേരെ വിളിക്കുകയല്ല ചെയ്യുന്നത്. അതൊക്കെ വളരെ ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിച്ച്, ഇപ്പോൾ ഇന്നാരെ കൊണ്ടുവന്നാൽ ആൾ കൂടുമെന്നും വെച്ചുകൊണ്ട് ഒരാളെ കൊണ്ടുവരികയും ചെയ്യാതെ ദൈവത്തോടൊന്ന് ചോദിച്ച് സഭയ്ക്ക് നാളെ കയറി. കാരണം ഒരു ദിവസം പിന്നെ ഒരു പാർശ്വ വന്ന് പ്രസംഗിച്ചു, എല്ലാവരും ആരാധിക്കണം, നമ്മൾ അടുത്ത ദിവസം ആൾ വന്ന് പറഞ്ഞു ഈ ആരാധിക്കുന്നതിനും തുള്ളുന്നതിനുമല്ല കാര്യം, ഇന്നലെ തുള്ളി ഒരെണ്ടും. അപ്പം നമ്മൾ ചർച്ചിൻ്റെ ഭാഷ അതൊന്ന് സെൻസർ ചെയ്യുന്നത് നല്ലതാണ്. അത് വളരെ സൂക്ഷിച്ച് ചെയ്യും. ഇവർ വന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ പോലെ നാളെ സഭയ്ക്ക് കേട് വരാതെ സൂക്ഷിക്കും. എൻ്റെ ഞാൻ ചോദിച്ച ഒരു ചോദ്യം അതുമായി ബന്ധപ്പെട്ടത് തന്നെയായിരുന്നു. കാരണം ഒരു ചർച്ചില് ഇങ്ങനെ എനിക്കറിയാം പേഴ്സണലായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ടീച്ചിങ്ങിൽ അല്പം വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് അത്ര ഒരു നല്ലതല്ലെന്നുള്ള എനിക്ക് അറിയാം, എന്റെ അറിവ് വെച്ചുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ചർച്ചിൽ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അല്ല, പേഴ്സണൽ ലൈഫിൽ കുറവുണ്ടെന്ന് അറിയാവുന്ന ഒരാളെ എന്തിനു ചർച്ച ചെയ്യും? ഫോർ എക്സാമ്പിൾ മെമ്പറിനറിയാം, ആ ചർച്ചിലെ മെമ്പറിനറിയാം,
അതേസമയം സഭ ഒന്നായിട്ട് പാസ്റ്ററോട് തീരുമാനിച്ചു, നമുക്ക് ആ പാസ്റ്ററെ ഞാൻ ആ മെമ്പർ ആ കാര്യം പറയുവാണെങ്കിൽ അതിനെപ്പറ്റി സീരിയസ്, വെറുതെ ഒരു ആരോപണമാണെങ്കിൽ നമ്മൾ ഒരാളുടെ ലൈഫ് കളയരുത്. എന്നാൽ കൃത്യമായിട്ട് ഒരാൾ ഒരു വീഴ്ച വന്നതുകൊണ്ട് ലൈഫ് ലോങ് അയാൾ പ്രസംഗിക്കരുതെന്ന് പറയുന്നതും ശരിയല്ല. റെക്കൺസൈൽ ആയെങ്കിൽ, പക്ഷെ ദൈവത്തോട് റെക്കൺസൈൽ ആകാതെ പാപത്തെ തുടരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഈ പുൾപിറ്റ് സൂക്ഷിച്ചാൽ, എൻ്റെ ഫാദർ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പുൾപിറ്റ് ബന്ധിക്കപ്പെടും. ആ ഒരു സ്പിരിറ്റ് ചർച്ചിലേക്ക് വ്യാപരിക്കാൻ സാധിക്കും. ഉദാഹരണം, നമ്മൾ ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആളെന്ന് വെച്ചു, അദ്ദേഹം വന്ന് പ്രസംഗിച്ചാൽ അത് അറിഞ്ഞുകൊണ്ട്, അതുകൊണ്ടത് ഇപ്പം അദ്ദേഹം ഒരിക്കൽ ജീവിതത്തിൽ തെറ്റ് പറ്റി, അതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് മുൻവിധിയുടെ ആത്മാവിൻ്റെ ആവശ്യവും ഇല്ല. ഇനി മറ്റൊരു കാര്യമാണ്, ഈ സഭാ രാഷ്ട്രീയവും വഴക്കും കേസും എല്ലാവരെയും ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ വന്ന് ആ ഒരു ചെല്ലുണ്ട് എല്ലാവരും വിമർശിക്കുന്ന പുൾപിറ്റ് പാസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ലീഡർഷിപ്പിനെ എല്ലാം വിമർശിച്ച് അവർ വന്ന് സ്ഥിരം പ്രസംഗിച്ചാൽ ആ ചർച്ചിനകത്ത് ഒരു ക്രിറ്റിസിസം സ്പിരിറ്റ് വ്യാപരിക്കും. എപ്പോഴും ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കപ്പെടുമ്പം ഇരുത്തം വന്ന സഭാ ശുശ്രൂഷകരെ വിളിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബീങ് എ പാസ്റ്റർ എന്നാ കാര്യം ചോദിച്ചാൽ അവർക്ക് ആ ചർച്ചിൻ്റെ പെയിൻ അറിയാം. ഒരു ദൈവദാസന് ഒരു ചർച്ച എങ്ങനെ കൊണ്ടുവന്നുള്ളതിൻ്റെ പെയിൻ അറിയാം. മറ്റവർക്ക് ആ പെയിനൊന്നും അറിയത്തില്ല. അവരിങ്ങോട്ട് വന്നിട്ട് അവരുടെ കയ്യിരിക്കുന്ന ഒരു മഹാസംഭവം ഇറക്കിയിട്ട് പോകുമ്പോൾ അത് ചർച്ചിനെ എത്രത്തോളം ബിൽഡ് ചെയ്യും എന്നുള്ളത് അത് ഒരു കാര്യം. അടുത്ത വെച്ചാൽ ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്നതിൽ അല്പം വ്യത്യാസമുണ്ട് എന്ന് പല രീതിയിലും ഞാൻ മനസ്സിലാക്കി. എന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ സഭ മൊത്തമായിട്ട് അതേക്കുറിച്ച് ചില സാഹചര്യങ്ങളിൽ പാസ്റ്റർ സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കേണ്ടി വരും. അതിനകത്ത് ഇപ്പം സഭ പറഞ്ഞപ്പോൾ ഇന്നാരെ വിളിച്ചു നോക്കത്തുള്ളൂ, ഇല്ല എനിക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സ്നേഹത്തിൻ്റെ ആത്മാവിൽ അത് വ്യക്തിപരമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. ചില ബോധ്യങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കണം. നമ്മൾ എല്ലാവർക്കും വഴങ്ങി ഒരാളെ കൊണ്ടുവന്നിട്ട് നാളെ നമ്മൾ തന്നെയല്ലേ അഫക്റ്റഡ് ആകാൻ പോകുന്നത്. നമ്മളെക്കാളുപരി നമ്മുടെ ജനം അഫക്റ്റഡ് ആകാൻ പാടില്ല. അപ്പോൾ ചില കാര്യങ്ങളിൽ മുറിക്കാതെ തന്നെ സ്നേഹത്തിൻ്റെ ആത്മാവിൽ പ്രാർത്ഥിച്ച് ജയിക്കണം. ഇനി അതല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഉപയോഗിച്ച് അങ്ങനെ വരാതിരിക്കാൻ പ്രാർത്ഥിക്കണം. പുള്ളി അങ്ങനെയെങ്കിലും വരാൻ. ഞാൻ രണ്ടും ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ചിലരുടെ നിർബന്ധത്തിന് വഴി ചിലരെ വിളിച്ചിട്ട് കർത്താവേ, അവർ ചിലപ്പോൾ ആത്മാർത്ഥതയിലും അല്ലെങ്കിൽ സ്നേഹിക്കുന്ന കുടുംബമായിരുന്നു രഹിതം, അല്ലെങ്കിൽ അദ്ദേഹം വരല്ലേ എന്ന് തന്നെ പ്രാർത്ഥിച്ച് വരാതിരുന്നിട്ടുണ്ട്. നമുക്കാണ് റെസ്പോൺസിബിലിറ്റി സഭയെക്കുറിച്ചുള്ള. പാസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് കൂടെ ഞാനൊന്ന് വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ പാസ്റ്ററും അതുപോലെ തന്നെ മറ്റു സഭാംഗങ്ങളും കൂടെ ചേർന്ന് അതിലൊരു ഡിസിഷൻ എടുത്തു ഇന്ന പാസ്റ്ററെ കൊണ്ടുവരുന്നു. എന്നാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പല രീതിയിലും ഞാനത് ഗ്രഹിക്കാനിടയായി തീർന്നു. അദ്ദേഹത്തിന് ദുരുപദേശത്തിൻ്റെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കുറച്ചധികം അറിവുണ്ട്. അപ്പം എന്നുള്ള രീതിയിലാണെങ്കിൽ ഇപ്പോൾ ചർച്ചിൽ എന്നാൽ പാസ്റ്ററും ചർച്ചും അത് ഡിസൈഡ് ചെയ്യുകയാണ്, അദ്ദേഹത്തെ കൂട്ടി നമുക്കൊരു മീറ്റിംഗ് വെക്കണം. അടിസ്ഥാനപരമായ വേദോപദേശങ്ങളിൽ വ്യത്യസ്തതകൾ, ഇപ്പോൾ തൃത്വം അടിസ്ഥാനപരമായ വേദോപദേശങ്ങളുണ്ടല്ലോ, അടിസ്ഥാന വേദോപദേശങ്ങൾ വ്യത്യാസം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് തൃത്വമായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ ഈ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ, ഈ മുമ്പേ പറഞ്ഞ പോലെ ഡ്രസ്സ് എങ്ങനെ ധരിക്കണം, എങ്ങനെ ധരിക്കരുത്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതെല്ലാം ഞാൻ പറഞ്ഞ കൾച്ചർ ബേസ്ഡാണ്. ഇപ്പോൾ അതിനകത്ത് കൾച്ചർ ബേസ്ഡ് ഉണ്ട് ഓരോ. അപ്പോൾ നമ്മൾ ചോദിക്കും ഓരോ കൾച്ചറിനും ഓരോ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ദൈവം എപ്പോഴും കൾച്ചറിനെയും ഓണർ മാനിക്കുന്ന ദൈവം. അപ്പോൾ അതുകൊണ്ട് എന്നാൽ കൃത്യമായ ഒരു ദൈവബന്ധം അല്ലെങ്കിൽ ബോധ്യതകൾ ഇപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ സഭ അല്ല പിന്നെ മഹോദരത്തിൽ കൂടെ കടന്നു പോകുമോ, പകുതി പോകുമോ, പോകത്തില്ലയോ, ഇത് വലിയൊരു വിഷയം എന്നുള്ളൊരു കാര്യമുണ്ട്. പോകാതിരിക്കട്ടെ തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. ഇനിയിപ്പോൾ എന്നാ കാര്യം ചോദിച്ചാൽ മറ്റൊന്ന് നമുക്ക് പോയാൽ പിടിച്ചിരിക്കാൻ. അപ്പോൾ ഇതിനെക്കാട്ടിലൊക്കെ അപ്പുറത്തോട്ടുള്ള അടിസ്ഥാനപരമായ ബേസിക് ഡോക്ട്രിൻസിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും എൻ്റർടൈൻ ചെയ്യരുത്. ബേസിക് ഡോക്ട്രിൻ എന്നാൽ ചില ഈ പറഞ്ഞ പോലെ മൈന്യൂട്ട് കൺസെപ്റ്റുകളൊക്കെ ഉണ്ടല്ലോ.
ഇനി ഒന്ന് ടൈപ്പിങ്ങിനെ കുറിച്ച് ഒരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഓക്കെ. അത് ഒരു കൂട്ടര് പഴയ നിയമത്തിലെ ആചാരങ്ങൾ അനുസരിച്ച് നമ്മൾ ടൈപ്പ് എന്തായാലും കൊടുത്തിരിക്കണം. അത് നമ്മുടെ മാതൃ സഭയിൽ തന്നെ ആ ടൈപ്പ് കൊടുക്കണം എന്ന് ഒരു കൂട്ടരുണ്ട്. ഒരു കൂട്ടര് പറയുന്നു ഞാൻ എൻ്റെ ടൈപ്പ് ഞാൻ കൊടുക്കുന്നു, ദശാംശം തന്നെ അത് മാറ്റി വയ്ക്കുന്നു, എന്നാലും ഞാനത് എനിക്ക് എൻ്റെ ആത്മാവ് വെളിപ്പെടുന്ന അല്ലെങ്കിൽ സഭയ്ക്കായിട്ടും അതുപോലെ മറ്റു പലർക്കായിട്ടും ഞാൻ അതിനെ ഡിസ്പേഴ്സ് ചെയ്യുന്നത് മാതൃദർശനം തന്നെ ആകണമെന്നില്ല, മറ്റു പല രീതിക്കും ഞാൻ കൊടുക്കുന്നു എന്നുള്ള ഒരു തോട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, ചിലർ ചിന്തിക്കുന്നു ടൈപ്പ് എത്ര കൊടുക്കണം അല്ലെങ്കിൽ എവിടെ കൊടുക്കണം എന്നൊക്കെ എൻ്റെ പേഴ്സണൽ ഒരു ഡിസിഷനാണ്, കാരണം ഇത് പുതിയ നിയമമാണ് എന്നുള്ള രീതിയിൽ പുതിയ നിയമത്തിൽ അങ്ങനെ കൃത്യമായിട്ടും അങ്ങനെ ഇല്ലതെന്ന് വ്യക്തമായിട്ട് ഇല്ല എന്നുള്ള ഒരു നിലപാടിൽ നിൽക്കുന്നു. അപ്പോൾ ഇതേക്കുറിച്ച് പാസ്റ്റർ അഭിപ്രായം. ടൈത്ത് എന്ന് പറയുന്നത് പഴയ നിയമം പുതിയ നിയമത്തിലാണ്. പഴയ നിയമം നമുക്ക് വേണ്ടതല്ലേ? പഴയ നിയമത്തിൽ മാത്രമേ ടൈത്തുള്ളൂ. പുതിയ നിയമത്തിൽ ടൈറ്റ് എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ ക്രിസ്തുവില്ലേ? ആ ക്രിസ്തുവാണല്ലോ പുതിയ നിയമത്തിലും. പഴയ നിയമം നിഴലല്ലേ? ഓക്കെ. ടൈത്ത് പഴയ നിയമത്തിൽ പറയുമ്പോൾ ടൈത്ത് എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജാണ്? 10%. എന്നാൽ പഴയ നിയമം ശരിക്കും നമ്മൾ പഠിച്ചാൽ ആലയത്തിലെ ചെലവുകൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന 10% ഉണ്ട്. പിന്നെ ഉദരാർച്ചാർപ്പണമായ 10% ഉണ്ട്. അത് ലേവിൻ്റെ ചിലവിലേക്ക്. ഇനി അതുകൂടാതെ ഉദവിക്ക് വേണ്ടി 3 വർഷത്തിലൊരിക്കൽ എടുക്കുന്ന ദശാംശമുണ്ട്. അതായത് ഒരു പെർ ഇയർ വരുമ്പോൾ 3.33% ഉദവിക്ക് മാറ്റി വെക്കണം പെർ മന്ത്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ എത്ര പെർസെൻറ്റേജായി? പഴയ തന്നെ 23.33 ആയി. മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ പുതിയ അതുകൊണ്ടാണ് മലാഖയുടെ പ്രവചനത്തിൽ കാണുന്നുണ്ട്. അത് പുതിയ നിയമത്തിൽ നമ്മൾ ദശാംശം എന്നുള്ള കാര്യങ്ങൾ 1-2 വട്ടം കാണുന്നുണ്ട്. നിങ്ങളുടെ നീതി, പരീശന്മാരുടെ നീതി എന്ത് ചെയ്യണം? കവിയണം. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെ ആണെങ്കിൽ പോലും പരീശൻ്റെ നീതിയെ കവിയണം എന്ന് പറയുമ്പോൾ കൃത്യം ദശാംശം കൊടുക്കുന്ന എത്ര പേരുണ്ട്? കൃത്യം ദശാംശം കൊടുക്കും. ആദ്യ ഫലം ദൈവത്തിനുള്ളത്. അങ്ങനെ ആണെങ്കിൽ അത് എവിടെ കൊടുക്കണം എന്നുള്ളതാണ് ചോദ്യം. അതല്ലേ ചോദ്യം? ഞാൻ ആസ് എ പാസ്റ്റർ ഞാൻ പറയും സഭയെ തന്നെ കൊണ്ടുവരണമെന്ന് പറയും. കാരണം ചർച്ച് കൊണ്ടുപോകണ്ടേ? നമ്മളിപ്പം ചർച്ചിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ ചർച്ചിന് മാത്രമല്ല, അവിടെയാണ് ചർച്ച എന്ത് ചെയ്യണം എന്നുള്ള അറിയും. ചർച്ചാണ് ചർച്ചാണ് കർത്താവ് എല്ലാം ചെയ്യുന്നത്. സുവിശേഷീകരണം നടത്തപ്പെട്ടതും മിഷൻ വർക്ക് നടത്തപ്പെട്ടതും എല്ലാം സത്യത്തിൽ ഇതിലൂടെ, ചർച്ചിലൂടെ. അപ്പം തന്നെ ലേവ്യൻ ജീവിക്കേണ്ടതും എന്തിലൂടെ? ചർച്ചിലൂടെ. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പം വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് സകലത്തിലും എന്ത് കൊടുക്കണം? ഓഹരി. ഓഹരി എന്ന് പറഞ്ഞാൽ എന്താ? ഓഹരി എന്ന് പറയുമ്പോൾ ശരിക്കും അത് ഷെയറാണ്. ഷെയർ കണക്കൂട്ട എങ്ങനെ? ഇപ്പം എൻ്റെ പാസ്റ്റർ വീട്ടിൽ ഇപ്പം നിങ്ങൾ 3 2 5 പേര്. അപ്പോൾ ആകെ വരുമാനത്തിൻ്റെ ഷെയർ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് 5-1. അപ്പം ഓഹരി കണക്കൂട്ടേണ്ടത് ഇങ്ങനെയാണ്. ആകെ 5 + 1 ആരാ? ചർച്ച്. അപ്പോൾ 6-1 എന്ത് ചെയ്യണം? കൊടുക്കണം. ഇനി 2 പിള്ളേരും അപ്പനും അമ്മയാണെങ്കിൽ 4 4+, അപ്പോൾ എത്ര പെർസെൻറ്റ് കൊടുക്കണം? 5-1. ആകെ വരുന്നതിൽ 5-1 ആർക്കാ? ചർച്ചിലാണ്. അതാണ് ശരിക്കും ഓഹരി. ഇനി പുതിയ നിയമത്തിൽ അതുമല്ല. പുതിയ നിയമത്തിൽ പറയുന്നത് നിങ്ങൾ സങ്കടത്തോടെ അരുത്, നിർബന്ധത്താൽ അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കും. പങ്കുവയ്ക്കലാണ് പുതിയ നിയമസഭ. ഇനി അത് എവിടെ പങ്കുവയ്ക്കണം? ആലയത്തിൽ കൊടുക്കേണ്ടത് കൊടുക്കണം. അല്ലെ എങ്ങനെ ആലയം പോവും? ചെല്ലുണ്ട് ചർച്ചിൽ കൊടുക്കത്തില്ല. ചർച്ചിന് അതല്ല, ഞങ്ങൾ നോർത്ത് ഇന്ത്യക്കാണ് കൊടുക്കുക. നോർത്ത് ഇന്ത്യക്ക് കൊടുക്കണം. അതാണ് സ്വമേധദാനം, മനഃപൂർവ്വദാനം, പല ദാനങ്ങളുണ്ട്. ചട്ട് മാത്രം ഈ ടൈറ്റ് കൂടാതെ തന്നെ പലതും അവിടെ പറയുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഒരാൾക്ക് അസുഖം വന്നത് കൊടുത്തത് ഞങ്ങൾ ടൈറ്റിൽ നിന്ന് പറയുമ്പോൾ ഇതെല്ലാം ടൈറ്റ് മാറ്റുന്നതാണ് നല്ലതെന്നും അനുഗ്രഹം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസവും അനുഭവം. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. 20 കൊടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. 30% കൊടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. 90 കൊടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. 90 കൊടുക്കുന്നവർ. അപ്പോൾ അവരെത്ര എടുക്കുന്നത്? വളരെ പരിമിതപ്പെട്ട് കിട്ടുന്നതിൻ്റെ മാക്സിമം കൊടുത്ത് കർത്താവിൻ്റെ ഓഹരി കൊടുക്കുന്ന കൃത്യമായിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം.
അവിടെ എണ്ണം എണ്ണി ഓഹരി കൊണ്ട് ദൈവസഭയ്ക്ക് കൊടുക്കുന്ന അനേകരുണ്ട്. ഇതെല്ലാം കൂടാതെ അവർ മനഃപൂർവ്വമായും കൊടുക്കുന്നുണ്ട്. കൊടുക്കുക എന്നുള്ളത് ഒരു 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 ഗിഫ്റ്റാണ്. പങ്കുവയ്ക്കലാണ്. പങ്കുവയ്ക്കൽ എന്നുള്ളൊരു പദം പൗരുഷനിൽ ഇപ്പോൾ ഉണ്ട്. പങ്കുവയ്ക്കലിൻ്റെ മാസം. അത് സത്യത്തിൽ ദൈവം എനിക്ക് തന്നൊരു ദർശനമാണ്. ഷെയറിങ്, പങ്കുവയ്ക്കുക. അത് അപ്പോസ്തല പ്രവൃത്തിയിലെ ഒരു കാര്യമാണ്. ഞങ്ങൾ ഓഫറിങ് ചോദിക്കാറില്ല, പങ്കുവയ്ക്കാൻ പറയത്തുള്ളൂ. അങ്ങനെ ദൈവം നമ്മളിൽ നിന്നെല്ലാം സ്വീകരിക്കും. അപ്പോൾ ടൈറ്റ് നിർബന്ധമായിട്ട് പറഞ്ഞാൽ 23% ഇപ്പോൾ 33 വരും. ആ റിയൽ കൺസെപ്റ്റ് പഴയ നിയമത്തിലെ കൺസെപ്റ്റ് എടുക്കാം. എന്നാൽ സഭയിൽ കൊടുക്കേണ്ടത് ഇവിടെ കൊടുക്കണം, സഭയെ കൊടുക്കണം. അപ്പം ഞാൻ ചിലരോടെങ്കിലുമൊക്കെ പറയാറുണ്ട്, ഇപ്പം ഗൾഫിലൊക്കെ പോകുന്നവർ വിദേശത്ത് പോകുന്നവർ ചോദിക്കണം, പക്ഷേ അവിടുത്തെ സഭയിൽ കൊടുക്കണം. അപ്പോൾ തന്നെ മാതൃസഭയിൽ എന്ത് ചെയ്യണം? കൊടുക്കണം. അവരൊന്ന് പങ്കുവെച്ച് കൊടുത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവിടെ ഇത്ര ഇവിടെ ഇത്ര തീരുമാനിച്ചത് കൊണ്ടും കുഴപ്പമില്ല. ഒന്നേ കൊടുക്കുന്ന കൂട്ടണം. കൂട്ടി കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ തന്നെ രണ്ടിടത്തും കൊടുക്കുന്നവരുണ്ട്. എനിക്കറിയാവുന്ന എൻ്റെ ഒരു കുഞ്ഞ് അവിടെ കൊടുക്കും ഒരു പെർസെൻറ്റേജ്, അവൻ്റെ ഭാര്യയുടെ സഭയിൽ കൊടുക്കും, അവരുടെ സഭയിലും കൊടുക്കും. അപ്പോൾ അവർ ഇച്ചിരി കൂടെ കൂട്ടി കൊടുക്കുക എന്നുള്ളതൊരു മനസ്സാണ്. ആ സത്യത്തിൽ കൊടുക്കുന്നവർക്ക് ഇത് എവിടെ കൊടുക്കണം എന്നൊരു ചിന്തയും ഒരു ഒന്നുമല്ല. അവർ സഭയിൽ കൊടുക്കേണ്ട സഭയിൽ കൊടുക്കും, മിഷനും കണ്ട് കൊടുക്കും, മാതൃസഭയിലും കൊടുക്കും. എല്ലാവരും എന്തോ ചെയ്തുകൊണ്ടേയിരിക്കും, ചോദിച്ചുകൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മൾ ഈ ടൈറ്റ് അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് മാറ്റി വെച്ച ഒരു ശീലമാക്കാമെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. ശീലമാക്കുക, അത് സഭയെ കൊണ്ട് കൊടുക്കുക. അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് മോട്ടിക്കാതിരിക്കുക. പറ്റുന്നത് ഞാൻ ചോദിച്ചാൽ ഇത് മാറ്റി വെച്ചിട്ട് അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റാതെ അത് അവിടെ തന്നെ വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അത് മാതൃസഭയെ കൊടുക്കും. ഇനി വേറൊരു കാര്യം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരാ? ചർച്ചല്ലേ. അപ്പോൾ ചർച്ച ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? ചർച്ച ചെയ്യണം. ഇനി ചില പാസ്റ്റേഴ്സിൻ്റെ പിള്ളേർ പറയാറുണ്ട്, ഞങ്ങളുടെ പപ്പായ്ക്ക് കൊടുക്കുന്നത് പപ്പ പാസ്റ്റർ, അതുകൊണ്ട് അതെന്താ? ഇതൊക്കെ മനസാക്ഷിയോട് ചോദിക്കണം. അപ്പോൾ തന്നെ പാസ്റ്റർക്ക് ചിലപ്പം ഈ പാസ്റ്റർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ പാസ്റ്റർക്ക് മാത്രമല്ല കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു നല്ലൊരു പാസ്റ്റേജ് ആണെങ്കിൽ അവിടുന്ന് 100 കണക്കിന് മറ്റ് ചിലവുകളാക്കും. അതിങ്ങനെ വന്ന് പൊക്കൊണ്ടേ ഇരിക്കും. എല്ലാം മേടിച്ച് ഗ്രാബ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അവരുടെ ഈ വരത്തില്ല പൈസ, മനസ്സിലാകുന്നുണ്ട്. അത് നമുക്കറിയാം. ചർച്ച അത് ദൈവാത്മാവ് കൊടുക്കും. പക്ഷേ മാതൃസഭ ചെയ്യേണ്ടത് മാതൃസഭയെ തന്നെ ചെയ്യണം. അല്ലെ ചർച്ച എങ്ങനെ പോകും? മിഷൻ ചെയ്യേണ്ടത് മിഷൻ ചെയ്യണം. ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ടല്ല. ചില പറയും, നമ്മൾ നാട്ടിലൊരു കൺവെൻഷൻ നടത്തിയ സുശേഷം കേൾക്കാത്ത നോർത്ത് ഇന്ത്യ കിടക്കുമ്പം നോർത്ത് ഇന്ത്യയിൽ 1000 രൂപ അല്ല 5000 രൂപ കൊണ്ട് ഒരു കൺവെൻഷൻ നടത്താം. ഇവിടെ ചിലപ്പോൾ 50,000 രൂപ കൊണ്ട് ഒരു കൺവെൻഷൻ നടത്താൻ പാടാ. അത് ചിലവല്ലേ എന്ന് ചോദിച്ചാൽ അത് ധാരാളിത്വമല്ല. കാരണം ഇവിടുത്തെ ചർച്ച നർച്ചർ ചെയ്യണം. ചർച്ച എപ്പോഴും ലൈവായിട്ടിരിക്കണം. ചർച്ച് ടീച്ചിങ്ങും കൺവെൻഷനും നടക്കണം. അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ പോകുന്നതുകൊണ്ട് ഇവിടെ നടക്കരുതെന്ന് പറയുന്നത് ശരിയാണോ? അല്ല. ഇവിടെ ഒന്നും നേരെ നിന്നല്ലേ, പണ്ടാണ്ട് പോയാൽ നിരത്തി നിന്നല്ലേ അഭ്യാസം കാണിക്കാൻ പറ്റും. ഈ ചർച്ചിനെ ബിൽഡ് ചെയ്യണ്ടേ? ചില ചോദിക്കും മാംസയോഗം മാംസയോഗമാണ്. നിങ്ങളുടെ മാംസയോഗത്തെ ഞങ്ങൾ വരത്ത് ഇവിടെ നടത്തുന്ന മാംസയോഗം അല്ല, പക്ഷേ മാംസയോഗമാണ്. മാംസയോഗം എന്തിനാ? ഫെലോഷിപ്പാണ്. ആ ഫെലോഷിപ്പ് കഴിയുമ്പോൾ ഒരു കൂട്ടായ്മയുണ്ട്. അതിനെന്താ തെറ്റ്? ആൾക്കാർ തമ്മിൽ കാണണ്ടേ? ഇങ്ങനെ തമ്മിൽ 10 പേര് കണ്ടപ്പോഴല്ലേ പരിചയപ്പെടുന്നത്, ബന്ധങ്ങളുണ്ടാകുന്നത്. ഇതെല്ലാം ദൈവസഭയുടെ ഒരു മെയിൻ ഘടകമാണ്. ഫെലോഷിപ്പ് അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമ്മളിതെല്ലാം ചെയ്യണം. അതിന് ടൈറ്റ് അവിടെ കൊടുക്കണം. നോർത്ത് ഇന്ത്യ കൊടുക്കേണ്ടത് കൊടുക്കണം. മെഷീന് കൊടുക്കണ്ടെന്ന് ആരാ പറഞ്ഞു? മെഷീന് കൊടുക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റാ. പക്ഷേ ഞാൻ ഇവിടെ തരത്തില്ല, ഞാൻ മിഷനെ കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നതും എന്താ? തെറ്റാണ്. അപ്പോൾ നമ്മുടെ പിള്ളേർ പറയും, അച്ഛന് കാശുണ്ട് ഇവിടെ തരത്തില്ല, മറ്റേ അച്ഛന് കൊടുക്കുമെന്ന് പറഞ്ഞാൽ എന്ത്? കൊടുക്കണ്ട, അവർ കൊടുത്തോണ്ടേ ഇരിക്കും. അവർക്ക് യാതൊരു കൺഫ്യൂഷൻ ഇല്ലാതെ അവർ കൊടുക്കും. അതാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടിരിക്കുന്ന കാര്യം. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ചോദിക്കാം. ഇപ്പം ചർച്ച് മൊത്തമായിട്ടും അവർ പ്രത്യേകിച്ചും പെന്തിക്കോസ് ഇതില് കണ്ട ഒരു കാര്യമാണ്, ഇതുപോലെ കൺവെൻഷനായിട്ടും അതുപോലെ തന്നെ പബ്ലിക് മീറ്റിങ്ങുകൾക്കായിട്ടും ഒരുപാട് ചെലവുകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം ചില അതേ ചർച്ചിലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില വ്യക്തി ജീവിതങ്ങൾ അവർ വളരെയധികം പ്രയാസത്തിലൂടെ കടന്നു പോകും. ഇൻഡിവിജ്വൽസ് ആയിട്ടും ഫാമിലി ആയിട്ടും കടന്നു പോകുന്നുണ്ട്. ഇത് ഇവർക്ക് അറിയാം. അപ്പോൾ ഒരു ചോദ്യം,
ഒരുപാട് പണം കൺവെൻഷനായിട്ടും പരസ്യങ്ങൾക്കായിട്ടും മാസയോഗങ്ങൾക്കായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ വ്യക്തിയെ കണ്ട് ആ വ്യക്തിക്ക് വേണ്ടി ഒന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല എന്നത് കാണുമ്പോൾ ഒരു ചെറിയൊരു പ്രയാസം. ഞാനൊരു കാര്യം പറയാം, ഈ കൺവെൻഷൻ നടത്തുന്ന പാസ്റ്റേഴ്സിന് എനിക്കൊരു നല്ല ശതമാനം അറിയാം. എന്നാൽ ഭയങ്കര വലിയ സഭയായിട്ട് ഇതുവരെയും ആലോചിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പറഞ്ഞു 24 വർഷത്തിനിടയ്ക്ക് ഒരു കൺവെൻഷനാണ് നടന്നത്. എനിക്കൊരു വലിയ സന്തോഷം ഉണ്ടായി. ആ കൺവെൻഷൻ സ്ഥലം കൊടുത്ത അടുത്തൊരു ഹിന്ദു, പുള്ളി എൻ്റെ പ്രസംഗം കേട്ട് എന്നെ വിളിച്ചുകൊണ്ട് ആ വീട്ടിൽ പോയി. അവിടെ എല്ലാ പൂജാ റൂമിൻ്റെ അവിടെ നിന്നുണ്ടാ പ്രാർത്ഥന. പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ ചാടി എൻ്റെ കാലേ തൊട്ടാ. അത് അവരുടെ ഒരു കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ആ വീട്ടിലൊന്ന് കയറാൻ ഒത്തത് ഈ കൺവെൻഷൻ നടന്നുകൊണ്ടാണ്. അതിനപ്പുറത്തൊരു വീട് എന്നെ വിളിച്ചുകൊണ്ട് പോയി. പാസ്റ്റർക്ക് ഭയങ്കര സന്തോഷമായി. ഈ 24 വർഷം എന്താ കൺവെൻഷൻ നടത്താൻ? അപ്പോൾ ഈ കൺവെൻഷൻ നടത്താൻ ചാടി ഇറങ്ങുന്ന പല പാസ്റ്റർമാരും കൺവെൻഷൻ കഴിയുമ്പം കടവായിരിക്കും. മൈക്കിൻ്റെ പൈസ കൊടുക്കേണ്ടത് വിശ്വാസികളാണ്. ഈ പറയുന്നവരാരെങ്കിലും ഞാൻ കൺവെൻഷൻ നടത്തുന്ന ആളായതുകൊണ്ടാണ് പറയും. കൺവെൻഷൻ കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ. ഞാൻ എല്ലാ വർഷവും കൺവെൻഷൻ, ചിലപ്പോൾ വർഷം 100 കൺവെൻഷൻ വരെ നടത്താനുള്ള 60 കൺവെൻഷൻ വരെ നടത്തിയിട്ടുണ്ട് ഒരു വർഷം. കൊച്ചു കൺവെൻഷൻ 60 കൺവെൻഷൻ വരെ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് ലക്ഷക്കണക്കിന് രൂപ കടവായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം പാസ്റ്റർ എന്തിനാ കൺവെൻഷൻ നടത്തി എന്നോട് ചോദിച്ചാൽ ഞാനെന്താ പറയും? ഞാൻ അവരോട് പൈസ ചോദിച്ചിട്ടല്ലാണ്. അപ്പോൾ പലപ്പോഴും ഇത് കഴിയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കയ്യിൽ എന്താ ഇല്ലായിരിക്കും, പൈസ ഇല്ലായിരിക്കും. അവർ പറഞ്ഞിരിക്കുകയായിരിക്കും ഇത് ഒരു ദർശനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ദർശനത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പം തന്നെ ഇപ്പം നമ്മൾ ചർച്ചിൽ ഒരു ബൈബിൾ ക്ലാസ് വെച്ചു, അല്ലെ ചർച്ചിൽ ഒരു കൺവെൻഷൻ, ചർച്ച് നർച്ചറാകണ്ടേ? അവരെ നമ്മളിങ്ങനെ ബലപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കണ്ടേ? ഇപ്പോൾ സ്കൂൾ ഫീഡിക്കാണോ ഇതൊക്കെ ചോദിച്ചാൽ പുറത്തു നിന്നുകൊണ്ട് ഇതെല്ലാം പറയും. പക്ഷേ പാസ്റ്റർ ഇതെല്ലാം ചർച്ചിനെ ബലപ്പെടുത്തി ഒക്കത്തുള്ളൂ. അപ്പം തന്നെ ഉദവി ചെയ്തേ ഒക്കത്തുള്ളൂ. ഇത് മാറ്റി വെച്ചിട്ട് ഉദവി ചെയ്യാൻ ചോദിച്ചാൽ വേണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാം. നമുക്കൊരു കാര്യം അത് ഞാൻ ചോദിച്ചോട്ടെ, ഈ പറയുന്ന അച്ഛൻ്റെ വീട്ടിലെ കല്യാണത്തിന് ഒറ്റ കാര്യം അങ്ങ് മാറ്റി പോയി, മോടെ കല്യാണത്തിന് 3 സാരി 2 സാരിയാക്കുക. ഇതിന് ഈ ചർച്ചിൻ്റെ കാര്യത്തിൽ പറഞ്ഞു ഒരു കരിമീൻ പൊളിച്ച് അങ്ങ് മാറ്റ്. ആ 50 മാറ്റിയിട്ട് അത് അരിക്കി തൂത്ത് വെക്കരുത്. ആ 50 രൂപ പിന്നെ ആവശ്യത്തിന് കൊടുക്കുക. ഇതിന് ഈ കൺവെൻഷൻ്റെ കാര്യത്തിൽ മാത്രം കയറി പിടിക്കുന്നേ. ഞാൻ വെച്ച് ഇത് അവർക്ക് പല കാര്യങ്ങളും ചെയ്യാം. ഇന്നത് മാറ്റിവെച്ച് ഒരു കാര്യത്തിന് ചെയ്യാൻ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ സഭ കൂടി തീരുമാനിക്കട്ടെ മാസയോഗത്തിന് നമുക്ക് ഇറച്ചി മീനും കൂടെ ഉള്ളത്, ഇറച്ചി വേണ്ട, അല്ലെ ഒന്നും മതി. ഇത് മൊത്തം നടത്തിയിട്ട് ഈ പാസ്റ്റർ വേണം ഇതെല്ലാം കൊടുക്കാൻ. ചോദ്യം അവരെ ദരിദ്രനെ ഒഴിവാക്കരുത്. പക്ഷെ ഇത് മാറ്റിവെച്ചിട്ടല്ല അത് ചെയ്യേണ്ടത്. ഇതും ചെയ്യുമ്പോൾ തന്നെ അതും ചെയ്യണം, കണ്ടെത്തണം. അല്ല നമ്മൾ മുന്നിട്ടിറങ്ങണം. അപ്പോൾ അതിന് ചിലപ്പോൾ പാസ്റ്റേഴ്സ് മുന്നിട്ടിറങ്ങേണ്ടി വരും, അല്ലെങ്കിൽ അതിന് സെക്രട്ടറി മുന്നിട്ടിറങ്ങേണ്ടി വരും, ടീം മുന്നിട്ടിറങ്ങേണ്ടി വരും. ഇറങ്ങുമ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യും? നടക്കും, എല്ലാം നടക്കും. എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ അത് നടക്കും, ഇത് നടക്കും. ഇത് മാറ്റി വെച്ചിട്ട് അത് നടക്കാനൊക്കുമോ? എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞു, അവരൊരു സഭ 10 വർഷമായിട്ടൊരു ഹോള് പണിയുക. 10 വർഷം BBS നടത്തിയിട്ടില്ല, 10 വർഷം ചർച്ചയിൽ നടക്കുക, ഹോള് പണിയുക. ഈ 10 വർഷം കൊണ്ട് എന്തോ പണിതുമില്ല, ഹോള് പണിതുമില്ല. ഇതെല്ലാം നടന്നുകൊണ്ട് എന്ത് പണിയും? നടത്തിക്കൊണ്ട് തന്നെ ഹോള് പണി. ഞങ്ങളങ്ങനെ പണിത, ഒന്നും മാറ്റി വെച്ചിട്ടില്ല. അതിനിടയ്ക്ക് നീട് വരുന്നതിനെ സഹായിക്കണം, പ്രാർത്ഥിക്കണം. ഇപ്പം എല്ലാം നമുക്ക് ചെയ്യാൻ ഒത്തില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യാം, ചെയ്യാം. ഇനി മറ്റൊരു പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ ഒത്തു കാണത്തില്ല, അത് വേറൊരു വിഷയമാണ്. അതിനകത്ത് ഇപ്പം നമുക്ക് ആരെയും കുറ്റം പറയാം. ചിലരുടെ കാര്യത്തിൽ പെട്ടെന്ന് നീക്കുപോക്കുകളുണ്ടാകും. ചിലരുടെ ഒരു കാര്യം, ഒരു കുഞ്ഞിൻ്റെ കല്യാണം, അല്ലെ അവരുടെ ഒരു വീടിൻ്റെ പണി, പെട്ടെന്നായിരിക്കും നീക്കുപോക്ക് വരുന്നത്. ചില കാര്യത്തിൽ എന്ത് ചെയ്യത്തുമില്ല, നീക്കുപോക്കുകളുണ്ടാകും. ഇപ്പം നമുക്ക് ആ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. എങ്കിലും നമ്മുടെ മുന്നിൽ ഒന്ന് മാറ്റി വെച്ചിട്ട് ചെയ്യാനൊക്കത്തില്ല. സഭയുടെ കൺവെൻഷൻ നടക്കത്തില്ല, സഭയുടെ മാസവും നടക്കരുത്, അതിൻ്റെ പൈസ അതല്ല, അത് നടക്കണം, ഇത് നടക്കണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടും രണ്ട് എഫക്റ്റാണ്. ഇപ്പോൾ ഒരു ജനറൽ കൺവെൻഷൻ ആർഭാടം നടക്കും. ജനറൽ കൺവെൻഷൻ നല്ല ചിലവാണ്, വരുന്നവർക്കെല്ലാം ഏറ്റവും വലിയ ചിലവ് ഫുഡാണ്. ഫുഡ് വേണ്ടേ, കൊയർ വേണ്ടേ? കൊയറിനപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? കൊയറിന് 10 ഇൻസ്ട്രുമെൻറ്റ്സ് വേണ്ട. ഈ പിള്ളേരെല്ലാം പലയിടത്തു നിന്ന് വരുന്നു, അവർക്ക് വണ്ടിക്കൂലിയെങ്കിലും കൊടുക്കണ്ടേ? അവിടെ ഒന്നും ഈ പറയുന്ന കാശും ഒന്നും ഉള്ള പിള്ളേരൊന്നും അല്ല. വല്ലപ്പോഴും ഈ ഫുൾ ടൈം ആർട്ടിസ്റ്റായിട്ടൊക്കെ വരുന്ന കുഞ്ഞുങ്ങളൊക്കെ സത്യത്തിൽ വലിയ കഷ്ടം. ഒരു പ്രോഗ്രാം ഇല്ലേ അവരെങ്ങനെ ജീവിക്കും? അപ്പോൾ അവർക്ക് എത്ര വേണമെന്നൊക്കെ ചോദിച്ചാൽ അവരും ജീവിക്കണ്ട. അതപ്പോൾ ഇത് കൊയർ ഏൽക്കുന്ന ആൾക്ക് അവസാനം കിടന്ന് വിഷമിക്കും. കാരണം ഇവരെ എല്ലാം ചുള്ളിപ്പറിച്ച് വിടണ്ടേ. മൈക്ക് സിസ്റ്റത്തിനൊക്കെ
നമ്മൾ പറയാതെ ഈ നല്ലൊരു സിസ്റ്റം കൊണ്ടുവച്ചാൽ ആ സിസ്റ്റം ഒരു 5 ദിവസത്തെ കൺവെൻഷനാണ്. സിസ്റ്റത്തിൽ നല്ല സിസ്റ്റമാണ്. ഒരു 1,00,000 രൂപയ്ക്കും നല്ലൊരു നാട്ടിൽ നല്ല സിസ്റ്റം വേണം. അപ്പോൾ എന്തോ മാറ്റുന്നത്, എന്തോ വേണ്ടത്. പഴയ സിസ്റ്റം കൊണ്ടുവച്ചാൽ അച്ഛൻ അവിടെ നിന്നുകൊണ്ട് പറയും കേൾക്കത്തില്ല, ഇതെന്തോ സിസ്റ്റമാണെന്ന് ചോദിക്കും. നല്ല സിസ്റ്റം കൊണ്ടുവച്ചാൽ ഇത്ര എല്ലാം നടക്കണം, എല്ലാം നടക്കും. എൻ്റെ അനുമതി പറഞ്ഞാൽ എല്ലാം നടക്കും. ചാടി അങ്ങ് വീഴണം, ചാടി വീഴാൻ ആൾ വേണ്ടേ. ഇൻഡിവിജ്വലിനെ കണ്ടു കഴിഞ്ഞാൽ കണ്ണടയ്ക്കാതെ ചെയ്യണം. പക്ഷേ നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ വിഷയത്തിൽ നമുക്കിങ്ങനെ പെട്ടെന്നൊരു ആവശ്യം ഉണ്ടായിട്ടുണ്ട്, നമ്മളത് വേണം, നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ അടുത്ത ആഴ്ച കൺവെൻഷൻ ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ സഹോദരൻ പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമ്മുടെ ആവശ്യമാണെന്ന് പറഞ്ഞാൽ അത് നടക്കും, ഇത് നടക്കും. വിശ്വാസത്തിന് സ്റ്റെപ്പ് എടുക്കണം. മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകമായിട്ടും പ്രീ മെറിറ്റൽ കൗൺസിലിംഗ്, അത് പാരമ്പര്യ സഭകളിൽ അത് വളരെ അടുക്കും ചുറ്റിയോടുകൂടെ വളരെ സമയവും ദിവസങ്ങളും എടുത്ത് അത് ചെയ്യുന്നുണ്ട്. എന്നാൽ പെന്തിക്കോസ്ത് സഭകളിൽ അത് പ്രീ മെറിറ്റൽ കൗൺസിലിംഗ് അത് അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുവരെയും കണ്ടു തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതേക്കുറിച്ച് ഞാൻ പറയുന്ന പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സുകളാണ് ഈ ഇവിടെ നടക്കുന്നത്. അതായത് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വിവാഹം നടക്കത്തുള്ളൂ. അതിന് മുമ്പ് എപ്പോഴെങ്കിലുമൊക്കെ അവർ ഒരു കല്യാണത്തിന് വേണ്ടി പ്രിപ്പയർ ആകുമ്പോൾ മാസാമാസങ്ങളോ അല്ലെങ്കിൽ വർഷാവർഷങ്ങൾ നടക്കുന്ന ഏതെങ്കിലും ഒരു അത് ചെയ്യണം. ഇനി അത് ചെയ്യാനൊക്കെ അത് പോയി അതിന് പ്രത്യേക കാരണങ്ങളൊക്കെ കണ്ടെത്തി അല്ലെങ്കിൽ അവരെ വ്യക്തിപരമായിട്ട്, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സസും വേണം. വാട്ട് ഈസ് മാരേജ്, പർപ്പസ് ഓഫ് ദ മാരേജ്, അതിൻ്റെ കടപ്പാടുകളെല്ലാം പഠിപ്പിക്കുന്ന പ്രീമാരിറ്റൽ കോഴ്സുകളും വേണം. ഇത് കൂടാതെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന വ്യക്തികളെ ഇൻഡിവിജ്വലായിട്ട് ഒന്നിച്ചും വിളിച്ചും കല്യാണത്തിന് മുമ്പ് കൗൺസിലിംഗ് ചെയ്യണം. കോഴ്സ് മാത്രം പോരാ. നമ്മൾ ഈ കൗൺസിലിംഗ് ഉദ്ദേശിക്കുന്ന ഒരു കോഴ്സാണ്. അതാണെങ്കിൽ അത് പോരാ, അതും വേണം. അതിൻ്റെ കൂടെ ജെന്യുവിനായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പാസ്റ്റർ വിത്ത് പാസ്റ്റർ എക്സ്പീരിയൻസ് ഉള്ളവർ ഇവരോടൊന്ന് പേഴ്സണലി അവർ മനസ്സിലാക്കി. കാരണം ഇപ്പോൾ ഉണ്ടാകുന്ന ഒത്തിരി പേര് ചില കല്യാണത്തിന് താല്പര്യമില്ലാതെ കല്യാണ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. എന്നിട്ട് അവർ 2 ദിവസം കഴിയുമ്പോൾ അത് പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടാണ്. പ്രത്യേകിച്ച് ചിലപ്പോൾ ഈ സെക്ഷൽ ബന്ധത്തിന് താല്പര്യമില്ലാത്ത പിള്ളേരുണ്ട്. ഇവരെ പിടിച്ച് കെട്ടിച്ചിട്ട് അതും വേണ്ട. ഇപ്പോൾ അങ്ങനെയൊക്കെ അനുസരിച്ച് അവരുടെ ഒരു ചെറിയ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ അവരെ വിവാഹ ജീവിതത്തിലേക്ക് തള്ളി വിടാതിരിക്കുക എന്നാണ്. അതൊക്കെ തുറന്ന് പറയാനും അവർക്കൊരു പേഴ്സണൽ കൗൺസിലിംഗ് ആവശ്യമുള്ളത്. പിന്നെ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് തന്നെയല്ല, പല കാര്യങ്ങളും നമ്മൾ നടത്തണം. ഇല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ മതം മാറി പൊയ്ക്കൊണ്ടിരിക്കുക, പ്രണയം കുരുക്കുകളിൽ പെടുക. വളരെ ശക്തമായ ടീച്ചിങ് വേണം. നമ്മൾ പിന്നെ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്തേ ഒക്കത്തുള്ളൂ. ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യണം. അതുവഴി ഇപ്പോൾ സമയം അതിക്രമിച്ചു. കാരണം നമ്മുടെ കാലിനടിയിൽ നിന്ന് മണ്ണൊഴുകിക്കൊണ്ടിരിക്കുക. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം, ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ LGBT ഇഷ്യൂ എല്ലാം വരുന്നുണ്ടല്ലോ. അപ്പം അതിലിപ്പോൾ ദൈവവചനം പ്രത്യേകമായിട്ടും ആണ് പിന്നെ അങ്ങനെയുള്ള ബന്ധത്തെയാണ് ദൈവവചനം എൻകറേജ് ചെയ്യുന്നത്. എന്നാൽ ദൈവവചനം എൻകറേജ് ചെയ്യുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തെയാണ്. അപ്പം ദൈവത്തിന്റെ എല്ലാ ക്രിയേഷനും ഒരുപോലെ ജെന്യുവിനായിട്ട് എല്ലാവരെയും ഒരുപോലെ കൺസിഡർ ചെയ്യണം എന്നുള്ള അതായത് LGBT പ്ലസ്, am I right? ക്യൂ ഉണ്ടോ? ക്യൂ എന്ന് പറയുമ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ അറിവുകൾ പറയാം. LGBTQ പ്ലസ് എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡാണ്. എങ്ങോട്ടും പോവാം. L ലെസ്ബിയനാണ്, G ഗേ ആണ്, B ബൈസെക്ഷലാണ്, T ട്രാൻസ്ജെൻഡറാണ്, പിന്നെ Q ക്യൂർ, പിന്നെ പ്ലസ് ക്യാൻ ബി എനിതിങ്. അങ്ങനെ പോവാണ്. ഈ പ്രശ്നങ്ങൾ പണ്ടുമുണ്ട്. എന്നാൽ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലും എൻ്റെ
മനസ്സിലാക്കലുകൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം, കൊച്ചിലെ ഉണ്ടാകുന്ന സെക്ഷൽ ഫ്രസ്ട്രേഷൻസും സെക്ഷൽ അബ്യൂസസും സെക്ഷൽ റിലേഷൻഷിപ്പ് വളരെ ചെറുപ്പത്തിലുണ്ടാകുന്ന പലതുമാണ് ഇവരെ എന്ത് ചെയ്യുന്നത്, വഴിമാറ്റി വിടുന്നത്. അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഹെൽപ്പ് കൊടുത്താൽ പലരും എന്ത് ചെയ്യും, റിക്കവർ ആകും. പണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്, റിക്കവർ ആയിട്ടുണ്ട്, ഉണ്ട്. എന്നാൽ ഇന്നത്തെ പറ്റിയേക്കുന്ന എന്നാ ചോദിച്ചാൽ LGB പോട്ടെ, എല്ലാണെങ്കിൽ അവൻ ലെസ്ബിയനാണ്, അവൾ ലെസ്ബിയനാണ്, ഗേ ആണെങ്കിൽ പോട്ടെ അവന് സ്ത്രീകളോട് എന്ത് തോന്നത്തില്ല, ആകർഷണം തോന്നത്തില്ല, ഒക്കെ സമ്മതിച്ചു. ബി എന്തുവാ, ബൈസെക്ഷലാണ്, എനിക്ക് ആണ് കെട്ടിയാലും കുഴപ്പമില്ല, പെണ്ണ് കെട്ടിയാലും കുഴപ്പമില്ല, ഉള്ളത് കൊണ്ടോണം. വെജിറ്റേറിയനുമാണ്, അടിയുടെ കുഴപ്പമാണ്. വെജിറ്റേറിയനുമാണ്, നോൺ വെജിറ്റേറിയൻ. പണ്ടും ഈ അച്ചായന്മാരായിരുന്നു ഇത്. നമ്മുടെ അച്ചായന്മാരൊക്കെ ആറ്റുമട്ടയ്ക്കൊക്കെ പിള്ളേരെയും വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. ക്വസ്റ്റ്യൻ പബ്ലിക് അവർ ബിയുമായിരുന്നു, അല്ല ജിയുമായിരുന്നു, ബൈസെക്ഷലുമായിരുന്നു. അന്ന് നല്ല തല്ല് കൊടുത്ത ഇത് മാറുമായിരുന്നു. അതുകൊണ്ട് എന്നെ ബഹുമാനത്തോടെ പറയുക, ഇന്ന് ഇത് ഫാഷനായി. അതാണ് അപ്പോൾ ഇത് ഫാഷനായി, റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഐ ആം ദിസ് എന്ന് പറയുന്നിടത്ത് ഞാൻ പിന്നെ ഐ റെസ്പെക്റ്റ് ഓൾ ദീസ് തിങ്സ്. ഒരാൾ അങ്ങനെ ആണെങ്കിൽ ഞാൻ അങ്ങനെ ഉള്ളവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ താമസിപ്പിച്ചിട്ടുണ്ട്. ഞാനിതൊന്നും ചെയ്യാതില്ല പറയില്ല. ഐ ആം എ ഗേ എന്ന് പറഞ്ഞ കുഞ്ഞിനെ കൊണ്ടുവന്ന് എൻ്റെ കൂടെ ഞാൻ ദിവസങ്ങൾ താമസിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ കടന്നുപോയ മ്ലേച്ഛതകൾ കേട്ടിട്ട് ഞാൻ പേടിച്ചു പോയിട്ടുണ്ട്. എന്നോട് പറഞ്ഞത് ലക്ഷക്കണക്കിന് രൂപ ഇതുമൂലം ഉണ്ടാക്കും, മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട്. പിന്നെ അങ്ങനെ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെ ഒരാളെ കണ്ടാൽ ചേർത്ത് പിടിക്കരുതെന്നും മാറ്റി നിർത്തണമെന്നും ഒരിക്കലും വേദോസം പറയുന്നില്ല. വേദോസം ചെയ്യുന്നൊരു കാര്യം, വ്യക്തിയുടെ പ്രശ്നങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് വ്യക്തി എന്ത് ചെയ്യണം, സ്നേഹിക്കണം. അതാണ് സഭ, അതാകണം സഭ. അതുകൊണ്ട് ഒരാൾ ലെസ്ബിയനാന്ന് പറഞ്ഞാൽ ഉടനെ നിന്നെ എൻ്റെ വീട്ടിലോട്ട് കയറ്റരുതെന്ന്, നീ ഇങ്ങോട്ട് കണ്ടുപോരുന്ന് പറയുന്നത് ശരിയല്ല. അവരെ ചേർത്ത് പിടിച്ചേ ഒക്കത്തുള്ളൂ. പക്ഷേ നമ്മൾ സത്യം അറിയണം. സത്യം നമ്മളെ എന്താക്കും, സ്വതന്ത്രം. സത്യം എന്താ, പീപ്പിൾ ആർ ബീയിങ് ക്രിയേറ്റഡ് ആസ് നോട്ട് ആസ് ഹോമോസെക്ഷൽ ബട്ട് ആസ് ഹെട്രോസെക്ഷൽ. ഹെട്രോസെക്ഷലായിട്ടാണ് ദൈവം മനുഷ്യനെ എന്ത് ചെയ്തിരിക്കുന്നത്, സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഒരാൾ പറയുകയാണ് ഞാൻ ഹോമോസെക്ഷലാണ്, ബൈ ബർത്ത് ഹോമോസെക്ഷലാണെന്ന് പറയുന്നതിനകത്ത് എൻ്റെ ഇതുവരെയുള്ള പഠനങ്ങളിൽ ശരിക്കും പ്രൂവ് ചെയ്യാൻ പാടാണ്. എന്നാൽ എക്സ്പീരിയൻസ് അതാണ് പലപ്പോഴും അങ്ങനെ ആക്കുന്നത്. ഇനി അതല്ലെന്ന് വെച്ചോ, പാർട്ടിസിനേഷൻ. ഞങ്ങളുടെ ഒരു ക്യാമ്പ് ഈയിടയ്ക്ക് ഒരു കുഞ്ഞ് ചോദിച്ചു. അപ്പം ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്ന പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ മക്കളെ എനിക്കിതിനെപ്പറ്റി ഇത്രയ്ക്ക് അറിവുകളേ ഉള്ളൂ, നിങ്ങളല്ലേ അതൊക്കെ കുറച്ചുകൂടെ അറിയാം, നിങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പോൾ അവർ എഴുന്നേറ്റ് പറഞ്ഞു, പാസ്റ്ററെ അപ്പോൾ ആസ് എ ക്രിസ്ത്യൻ ഞാൻ അവനിപ്പോൾ ഒരു ഗേ ആണെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? നമ്മളിപ്പം ഒരു കാര്യം ചെയ്യിക്കാം, നമുക്കിപ്പം നമ്മൾ ഹെട്രോസെക്ഷലാണ്, എല്ലാവരും ഹെട്രോസെക്ഷലാണ്. ഈ ഹെട്രോസെക്ഷൽ പാഷൻസ് എന്നുവരെ ഉണ്ട്, ലൈഫ് ലോങ് ഉണ്ടല്ലോ. ഭാര്യയോടും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പല സ്ത്രീകളോടും താല്പര്യം തോന്നത്തില്ലേ? നമ്മളവിടെ എന്ത് ചെയ്തു? കർത്താവിൻ്റെ കാര്യങ്ങൾ അതിനെ ഏൽപ്പിച്ച് ആ പാഷൻസിനെ എന്ത് ചെയ്തു? അമർത്തി എന്ന് പറഞ്ഞാൽ ചവിട്ടി ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ച് വിശുദ്ധീകരിച്ചു, അല്ലേ? ഇനി കല്യാണം കഴിഞ്ഞത് കൊണ്ട് ഭാര്യയോട് മാത്രമേ വികാരം തോന്നത്തുള്ളൂ എന്ന് പറയാൻ ഒക്കുമോ? അല്ല, ഹ്യൂമൻ ബീയിങ്സ്. പക്ഷെ നമ്മുടെ ഈ വികാരങ്ങളെ നമ്മൾ എന്ത് ചെയ്തു? കൺട്രോൾ ചെയ്യുന്നതിനപ്പുറത്ത് നമ്മുടെ ആത്മാവിനാൽ ദൈവങ്ങളെ ഏൽപ്പിച്ച് വിശുദ്ധീകരിക്കും എന്ന് പറഞ്ഞ പോലെ, ഞാനിക്കിപ്പം പുരുഷനോടാണ് ഗേൻ തോന്നുവാണെങ്കിൽ അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് അവൻ അതിനെ ദൈവങ്ങൾ വെച്ചിട്ട് വിശുദ്ധി ജീവിക്കണം. അതല്ലേ എൻ്റെ ശരി? അല്ലാതെ ഉടനെ ഞാൻ ഗേ ആണെന്നും പറഞ്ഞുകൊണ്ട് ഇത് എവിടെ ചെന്ന് അവസാനിക്കും? B2+ ആണ്. ഇപ്പോൾ നമ്മൾ പണ്ടുകൊണ്ട് നമ്മൾ ചിലപ്പോൾ 3 ആൺപിള്ളേരാ 3 പെൺപിള്ളേരാ, ഇളയതിനെ എന്താക്കും? 3-4 പെൺപിള്ളേർ വീട്ടിലുണ്ടായി, അതിൽ ഒരു പെണ്ണ് ആരായിരിക്കും? രീതിയിലായിരിക്കും വളർത്തുന്നത്. അവൾ ഇച്ചിരി ബോൾഡായിരിക്കും, അവൾ ഇച്ചിരി വണ്ടി ഓടിക്കും, അവൾ ഇച്ചിരി ബോബ് ചെയ്യും, അവൾ നിൽക്കിട്ടുണ്ട് നടക്കും, അവളെ എല്ലാവരും കുട്ടാ മോനെ എന്ന് വിളിക്കും. അപ്പോൾ ഒരു ആൺ ഇത് ഡെവലപ്പ് ചെയ്യും. പക്ഷെ അവൾ അതുകൊണ്ട് ആണാകുമോ? ചിലയിടത്തുണ്ട് ഒത്തിരി ആമ്പിളാളുള്ളതൊരു പെണ്ണുവൻ്റെ ആഗ്രഹിച്ച് ചില കൊച്ചിനെ പിന്നും വീണ്ടും ആണായപ്പം അവളെ ഇങ്ങനെ പൊട്ടൊക്കെ തൊടിപ്പിച്ച് നടന്നു അവനെ. അതുകൊണ്ട് അവൾ പെണ്ണാവുമോ? ഇല്ല. അപ്പോൾ ഇത് സത്യത്തിൽ പലതും ചെറുപ്പത്തിലെ എന്ത് ചെയ്യുക, മാറ്റാം. ഇന്ന് എന്തോ പറ്റും ചോദിച്ചാൽ
ഇന്ന് ഇതങ്ങ് ഭയങ്കര. അതിനകത്ത് എനിക്ക് ഒറ്റ മറുപടി പറയാനുള്ളൂ. റോമാലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഏറ്റവും ഒടുവിൽ ലജ്ജയായതിൽ അവരതിനെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുക കൂടെ ചെയ്യും. ഇന്ന് ഇത് ഫാഷനാച്ചാ. ഐ ആം ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര കോളേജിലൊക്കെ അവൻ ഗേ. ഇനി വേറെ വലിയ അപകടമുണ്ട്. ഞാൻ ഗേ ആണെന്നും പറഞ്ഞിട്ട് പെൺപിള്ളേരുമായിട്ട് കമ്പനി കൂടുന്ന ആൺപിള്ളേരുണ്ട്. അപ്പോൾ ഇവരൊന്നിച്ച് ടൂറിനൊക്കെ അങ്ങ് പോകും. ഇതിപ്പോൾ ഇപ്പോഴത്തെ വലിയൊരു അപകടമാണ്. അപ്പം പെൺപിള്ളേരങ്ങ് വിശ്വസിക്കുക ആൺപിള്ളേരെ മറ്റാൺപിള്ളേരെക്കാട്ടിലും സേഫാണ്. പെൺപിള്ളേരോടൊന്നും തോന്നില്ല. ഇവരങ്ങ് ടൂറിനും എല്ലാം പോകും, ഒന്നിച്ച് പോകും. ഒന്നിച്ച് ചെന്ന് ഒറ്റയ്ക്കാകുമ്പോൾ ഇവൻ്റെ മട്ട് മാറും, ഇവൻ ഗേ അല്ല. അന്നേരം ഇവൻ പറയും ഞാൻ ബൈസെക്ഷനാണ്. നമ്മൾ സെക്ഷ്വാലിറ്റി എന്ന് പറയുന്നത് ദൈവം തന്ന ഒരു ഗിഫ്റ്റാണ്. എന്തിനാ? പ്രൊക്രിയേഷന് വേണ്ടി. എന്തിനാ? കുടുംബം നിലനിർത്താൻ. എന്തിനാ? വിശുദ്ധീകരണത്തിൽ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി. അതിന് സെക്ഷ്വാലിറ്റി ഈസ് എ ഗിഫ്റ്റ് ഫോർ കമ്മ്യൂണിയൻ. ഇറ്റ്സ് എ ഡിവൈൻ ഗിഫ്റ്റാണ് അവനവൻ്റെ സെക്ഷ്വാലിറ്റി എന്ന് പറയുന്നത്. ആ സെക്ഷ്വാലിറ്റിയെ പെർവേർട്ടാക്കി എനിക്കിഷ്ടം പോലെ ഉപയോഗിക്കാൻ നോക്കൂ. ഒരു പെർവേർട്ട ചിന്ത തോന്നാത്ത, അല്ലെങ്കിൽ ഈവൻ കുടുംബസ്ഥനായ ഒരു വിശ്വാസിക്ക് പോലും മറ്റൊരാളുടെ ബന്ധങ്ങൾ അല്ലെങ്കിൽ താല്പര്യങ്ങൾ തോന്നുന്നില്ലെന്ന് പറയാൻ നോക്കൂ. ഇല്ല. എന്താ ചെയ്യുന്നത്? ഞാൻ എൻ്റെ വികാരങ്ങളെ മനസ്സിലാക്കിയിട്ട് അതിനെ വിവേകത്തോടെ ദൈവകാര്യങ്ങളിൽ സമർപ്പിച്ച് അതിനെ എന്ത് ചെയ്യുക? വിശുദ്ധീകരിക്കുകയാണ്, യാഗപീഠത്തിന്മേൽ വെക്കുകയാണ്. ദൈവം അതിനുള്ള എന്ത് കൊടുക്കും? നീ കൊടുക്കും. ഇതിപ്പം ഒരു കൈവിട്ട കളിയിലേക്ക് പോവുക. അതിനെ വളരെ സ്ട്രോങ് ആയിട്ട് കൊച്ചിലെ പഠിപ്പിക്കണം കുഞ്ഞുങ്ങളെ. വാട്ട് ഈസ് സെക്ഷ്വാലിറ്റി? ഇവർക്ക് കിട്ടുന്ന സെക്ഷ്വാലിറ്റിയുടെ ക്ലാസ് ഞാൻ വിത്ത് ഓൾ റെസ്പെക്ട് ആൻറ്റണി, പലയിടത്തും ഈ സെക്ഷ്വൽ ക്ലാസ്സസ് എന്നൊക്കെ പറയുന്നത് എന്താ? സെക്ഷ്വൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്രഗ്നൻസി എങ്ങനെ അവോയ്ഡ് ചെയ്യുക, അതാണ് സെക്ഷ്വൽ ടീച്ചിങ്. ഹൗ ക്യാൻ യു അവോയ്ഡ് സെക്ഷ്വൽ പ്രഗ്നൻസി? സേഫ് സെക്സിനെ പറ്റി അതാണ് സെക്ഷ്വൽ ക്ലാസ്. സേഫ് സെക്സ് എങ്ങനെ നടത്താമെന്നുള്ളതാണ് സെക്ഷ്വൽ ക്ലാസ്. അതല്ലേ പലയിടത്തും കിട്ടുന്ന സെക്ഷ്വൽ ക്ലാസ്. അതല്ല സെക്ഷ്വൽ ക്ലാസ്. പ്രഗ്നൻ്റ് ആകാതെ സേഫ് സെക്സിന് വേണ്ടി, അതുപോലെ അസുഖങ്ങൾ പിടിക്കാതെ സേഫ് സെക്സിൽ എങ്ങനെ പോകാമെന്നുള്ളതിന് കൊണ്ടം ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണോ സെക്ഷ്വാലിറ്റിയുടെ ക്ലാസ് എന്ന് പറയുന്നത്? അല്ല. വാട്ട് ഈസ് സെക്ഷ്വാലിറ്റി? ഇറ്റ്സ് എ ഗിഫ്റ്റ്. ഗോഡ് ഗിവൺ ഗിഫ്റ്റാണത്. നമുക്കൊറ്റ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന വലിയൊരു ദാനമായി ഇതിനെ പരിശുദ്ധമായി കണ്ടുകൊണ്ട് അതിനെ വിശുദ്ധീകരിക്കാനുള്ള ഗൗരവമായ ഉത്തരവാദിത്വം ദൈവസഭയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് ഒരാളിപ്പോൾ അങ്ങനെ ആണെന്ന് പറഞ്ഞാൽ അവരെ ഉടനെ മാറ്റി നിർത്തി ഇങ്ങോട്ട് കടക്കരുതെന്ന് പറഞ്ഞതൊന്നുമല്ല എന്ത് ദൈവസഭ. അതിൻ്റെ അർത്ഥം പഴയ നിമിത്തം പുതിയ നിമിത്തം കർത്താവ് കുഷ്ഠരോഗി ചേർത്ത് പിടിച്ചതുപോലെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കാൻ കഴിയത്തുള്ളൂ. ചേർത്ത് പിടിക്കണം. പക്ഷെ അപ്പോഴും നമ്മൾ എന്തറിയണം? സത്യം മനസ്സിലാക്കി. കൺസെപ്റ്റ്. ഒരു കാര്യം അപ്പം അതുമായി ബന്ധപ്പെട്ടില്ല, കുട്ടികളെ നമ്മൾ ഇങ്ങനെ ശിക്ഷണത്തിൽ വളർത്തുക എന്നുള്ള ആ കാര്യത്തിൽ ഒരു ചോദ്യമുണ്ട്. കാരണം ഇപ്പൊ പല രാജ്യങ്ങളും കുട്ടികളെ ഇവൺ വടി ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരെ അത്ര ഹാർഷായിട്ട് അവരുമായിട്ട് പെരുമാറാൻ പാടില്ല എന്നുള്ള രീതിയിൽ ആണ്. എന്നാൽ ദൈവവചനം കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരെ നല്ല രീതിയിൽ ശിക്ഷണത്തിൽ അവരെ വളർത്തണം എന്നുള്ളത്. എന്നാൽ ഇന്ന് അതിന് അല്പം തടസ്സമായിട്ട് പല രാജ്യങ്ങളും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും ഉണ്ട്. അതേക്കുറിച്ച് ഈ നമ്മൾ സത്യം പറഞ്ഞ ഈ രാജ്യം ഞാൻ മനസ്സിലാക്കുന്ന എല്ലാം ശരിയാണെന്നില്ല, എങ്കിലും ഈ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചപ്പോഴാണ് പല രാജ്യങ്ങളും ഈ ഒരു കർശനമായ നിയമത്തിലേക്ക് വരുന്നത്. അതിൻ്റെ കാര്യം സ്റ്റെപ്പ് മദർ വന്നു, ഡിവോഴ്സുകൾ ഉണ്ടായി. എന്നിട്ട് കല്യാണം ആദ്യത്തെ അമ്മയ്ക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ രണ്ടാമത് വന്ന ഭർത്താവ് എന്ത് ചെയ്തു? മിസ്യൂസ് ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്തു. രണ്ടാമത് വന്ന അമ്മ ആദ്യത്തെ ഭർത്താവിൻ്റെ മക്കളെ വല്ലാതെ ഉപദ്രവിക്കുന്നു. ഇങ്ങനെയൊക്കെ വരും. പിന്നെ ഡ്രഗ്സും ഇതൊക്കെ വരുമ്പോൾ അവർക്ക് കുടുംബ പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് ബാധിക്കും. അപ്പം ഭർത്താവിൻ്റെ വചനം ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ നിയമം ഉണ്ടാകുന്നതിനോട് പറഞ്ഞിട്ടുണ്ട്, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ എന്ത് ചെയ്യരുത്? കോപിപ്പിക്കാതെ. ഡോണ്ട് പ്രൊവോക്ക് ദം, ഡോണ്ട് ഹേർട്ട് ദം. ഈ വേദപുസ്തകത്തിൽ കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ശിക്ഷണമാണ്. പോലീസുകാരൻ്റെതാണ് ശിക്ഷ. പോലീസുകാരൻ കുലിച്ചു നിർത്തി മുട്ടുകൊണ്ട് ഒറ്റയിടി. എന്തെന്നറിയാം? ഒരു പുറത്ത് ഒരു പാടും. നല്ല പോലീസുകാരൻ പണ്ട് ഉരുട്ടെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പിടിച്ച് കിടത്തിയിട്ട് രണ്ടുപേരും എടുത്ത് ഒരു പാടും പുറത്ത് കാണത്തില്ല. അകത്തെ മുഴുവൻ ആന്തരികമാവണം. ഇത്ര നാൾ കൊണ്ട് അവൻ ചത്തുപോക്കുള്ളൂ. അത് എന്തുവാ? ശിക്ഷയാണ്. എന്നാൽ അവരപ്പം കൊടുക്കുന്നത് എന്താ? ശിക്ഷണമാണ്. ശിക്ഷണവും ശിക്ഷയും തമ്മിൽ എന്താ വ്യത്യാസം? അതുകൊണ്ടാണ് കോപത്തിൽ ശിക്ഷിക്കരുത്, മക്കളെ എന്ത് ചെയ്യുകയും ചെയ്യരുത്?
ദൈവം അങ്ങയുടെ കോപത്തിൽ എന്നെ ശിക്ഷിക്കുന്നു പറയുമ്പോൾ നമ്മുടെ ദേഷ്യം തീർക്കാനല്ല. അവൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് കരുതി ശിക്ഷണം രണ്ട് ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ സ്ട്രിക്റ്റായിട്ട്. ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. പഴയ നിയമത്തിലെ ശത്രുക്കളെ ദൈവം അവരെ നശിപ്പിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് പഴയ നിയമത്തിൽ കാണുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശത്രുവിനെ നിങ്ങൾ സ്നേഹിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് കാണുന്നു. അപ്പോൾ ചിലരെങ്കിലും അത് നോക്കുമ്പോൾ ദൈവത്തിന് എന്താ രണ്ട് സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്നൊരു. ഈ പഴയ നിയമത്തിലെ ദൈവം പുതിയ നിയമത്തിൽ നമ്മൾ ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവമെല്ലാം ഒന്ന് തന്നെയാണ്. എന്നാൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ ശിക്ഷിക്കുന്ന പറയുമ്പോൾ ദൈവം ശത്രുക്കളെ മാത്രമാണ് ശിക്ഷിച്ചത്. ഇസ്രായേൽ മക്കളെ ശിക്ഷിച്ചില്ല. അവർ പാപം ചെയ്തപ്പോൾ അവരെ ലോകത്തിന് മറ്റവർക്ക് വിട്ടുകൊടുത്തില്ലേ. ഇനി ദൈവം തന്നെ കോരകദാതൻ അബീരാം നമ്മൾ കാണുന്നുണ്ട്, അവരെ വായുവിളം എന്ത് ചെയ്തിട്ടില്ലേ. അപ്പോൾ പഴയ നിയമത്തിൽ കാണുന്നത് ഗോഡ് ഓഫ് ജസ്റ്റിസ് ആണ്, നീതിയുള്ള ദൈവമാണ്. നീതിയുടെ മുമ്പിൽ ശിക്ഷ വരും. പഴയ നിയമത്തിൽ ദൈവം അവരുടെ ശത്രുക്കളെ മാത്രമല്ല ശിക്ഷിച്ചത്, അവരെ എന്ത് ചെയ്തു, അവർ തെറ്റ് ചെയ്തപ്പോൾ കഠിനമായിട്ട് ശിക്ഷിച്ചു. ഇസ്രായേൽ പോലെ അടിയേറ്റ ഒരു ജനതയുണ്ടോ. അപ്പോൾ ദൈവം ഗോഡ് ഓഫ് ജസ്റ്റിസ് ആണ്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ നീതി അവൻ്റെ മേൽ ശിക്ഷയായി. എന്നിട്ട് അവിടുത്തെ കരുണ കൊണ്ട് നമ്മളെ മൂടി. കൃപ എന്ന് പറഞ്ഞാൽ നമുക്ക് അർഹിക്കാത്തത് കിട്ടുന്നതാണ്. കരുണ എന്ന് പറഞ്ഞാൽ എന്താ, അർഹിക്കേണ്ടത് തരാത്തതാണ്, അർഹിക്കേണ്ടത് ശിക്ഷ. ആ ശിക്ഷ ആര് മേടിച്ചു? കർത്താൻ മേടിച്ചു. എന്നിട്ട് പുതിയ നിയമത്തിൽ ആ നീതി അവൻ്റെ മേലായി, ആ ശിക്ഷ. പഴയ നിയമത്തിൽ ശത്രുക്കളെ കൊല്ലാതിരിക്കുന്ന ഒരു സംഹാരതാണ്ഡവത്തിനപ്പുറത്ത് ഇവരെ അടുപ്പിച്ച് ജസ്റ്റിസാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ഇത്രയും സമയം പാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെ നന്ദിയുണ്ട്. താങ്ക് യു. വളരെ നല്ല മറുപടികൾ, വളരെ എൻ്റെ ചോദ്യങ്ങൾക്ക് അതുപോലെ തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നല്ല ഉത്തരങ്ങൾ തരാനായിട്ട് സഹായിച്ചു. സമയത്തിനായിട്ട് ഒരിക്കൽ കൂടെ നന്ദി. ഞാൻ ഒരു വാക്ക് ഇത് പ്രേക്ഷകരോടൊന്ന് കേൾക്കുന്നതോട് പറഞ്ഞോട്ടെ. ഇതൊന്നും അൾട്ടിമേറ്റ് അല്ല, നമ്മുടെ എക്സ്പീരിയൻസസ് കൂടെ ഒക്കെയാണ് പറഞ്ഞത്. യോജിക്കാനും വിയോജിക്കാനും ഒക്കെയുള്ള അധികാരങ്ങളുണ്ട്. പക്ഷേ എൻ്റെ വാക്കുകൾ എൻ്റെ അനുഭവങ്ങളാണ്. അപ്പോൾ വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളപ്പം തന്നെ വ്യക്തിപരമായിട്ട് എടുക്കാതിരിക്കുക. ഏതാ നമ്മുടെ ഫോറം നമ്മുടെ ഓപ്പണാണ്, ഇതെല്ലാം ഡിസ്കഷനാണ്. പലരുടെ ഡിസ്കഷനിലൂടെ നമുക്ക് അഭിപ്രായ സമന്വയത്തിലോട്ടൊക്കെ വരാൻ കഴിയും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. താങ്ക് യു. താങ്ക് യു.